ഒന്ന്, സൃഷ്ടിയെങ്കിൽ തന്നെ ഫാമിലി എന്നത് ദൈവത്തിൻ്റെ വ്യവസ്ഥകളിലൊന്നായിരുന്നു. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ? ഞാൻ ഇന്നലെ അതിൻ്റെ അടിസ്ഥാനം മുഴുവൻ തൊട്ടു. ലൂസിഫറിനെ ഈ ഭൂമിയുടെ ഭരണം ദൈവം ഒരിക്കൽ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം അമ്പെ പരാജയപ്പെട്ടു. തൻ്റെ കയ്യിൽ കിട്ടിയ അധികാരം അദ്ദേഹം മിസ്യൂസ് ചെയ്തു. ദൈവിക കൾച്ചറിൽ ഈ ഭൂമിയെ കൊണ്ടുപോകുന്നതിന് പകരം ലൂസിഫറിൻ്റെ കൾച്ചറിൽ അദ്ദേഹം ഭൂമിയെ കൊണ്ടുപോയി. നമുക്കൊക്കെയും ബാധിക്കുന്ന ഒന്നാണ്. അത് എൻ്റെ തീരുമാനമാണ്, ഞാൻ പറയുന്ന പോലെ പോകും. ഇത് ചിന്താഗതി ലൂസിഫറിൽ നിന്ന് ആരംഭിച്ചതാണ്. അദ്ദേഹം പറയുന്ന പോലെ പോകുവാൻ തീരുമാനിച്ചു. ആകയാൽ ദൈവം ലൂസിഫറിനെ ഭൂമിയുടെ ഭരണത്തിൽ നിന്ന് മാറ്റി. ആകാശത്തിൻ്റെ അധിപതി എന്ന അദ്ദേഹത്തിന് പേര് കൊടുത്ത ശേഷം ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രസാദപ്രകാരം ഭൂമിയെ ദൈവിക കൾച്ചറിൽ കൊണ്ടുപോകുവാൻ ദൈവം ഭൂമിയിൽ ആദം ഹവ്വമാരെ സൃഷ്ടിച്ചു. അവിടെയാണ് ആദ്യ മനുഷ്യ കുടുംബം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആദം ഹവ്വമാരുടെ കുടുംബം മുതൽ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും കുടുംബം വരെ ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾ ഒരു സ്ട്രീം ലൈൻ എടുത്ത് അതിനകത്തൂടെ ചിന്തിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. സൃഷ്ടിക്കുക എന്നത് ഇല്ലായ്മയിൽ നിന്നും ഉളവാക്കുക. ബാറ എന്ന എബ്രായ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇല്ലായ്മയിൽ നിന്നും ഉളവാക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ദൈവം മനുഷ്യനെ ഉളവാക്കി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സംഗതി ആകെ തിരിഞ്ഞു പറഞ്ഞു, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു, അല്ലേ, ഉണ്ടാക്കി. അത് സൃഷ്ടിയല്ല, നിലത്തെ പൊടിയെ രൂപീകരിച്ച് വേറൊന്നാക്കി മാറ്റുകയായിരുന്നു. ക്രിയേഷൻ ഓഫ് മാൻ എന്ന് മാത്രം ഞാൻ ഒരു ലൈനിൽ ഇവിടെ കാണിച്ചതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ട് 1-ാമത്തെ അധ്യായത്തിൽ സൃഷ്ടിച്ചുവെന്ന് പറഞ്ഞേച്ച് 2-ാമത്തെ അധ്യായത്തിൽ സൃഷ്ടി അല്ല എന്ന ആശയം വരുന്ന മണ്ണുകൊണ്ടുണ്ടാക്കിയെന്ന് പറയുന്നു. ഈ മണ്ണിൽ ലൂസിഫർ തിരിച്ചു വരരുത്, ലൂസിഫർ ഇവിടെ താമസിക്കരുത് എന്ന ചിന്തയോടെ ഭൂമിക്ക് അന്നുണ്ടായിരുന്ന കോസ്മോസ് അല്ലെങ്കിൽ അന്തരീക്ഷത്തെ ദൈവം മാറ്റി. ഞാനൊരു ഉദാഹരണം കൊണ്ട് ഇങ്ങനെ പറയാം. ഞാനും കുഞ്ഞുങ്ങളും കൂടെ, കൊച്ചുമക്കളുമൊക്കെയായി കിടക്കുന്ന മുറിക്കകത്ത് കൊതുക് കയറിയാൽ ഈ കൊതുകിനെ ഓടിക്കുകയും വേണം, ഞങ്ങൾക്ക് ഇതിനകത്ത് ഇരിക്കുകയും വേണം. അതിന് ഈ റൂമിൻ്റെ അന്തരീക്ഷം ഒന്ന് മാറ്റും. ഒന്നിലൊരു മോസ്കിറ്റോ റിപ്പല്ലർ വെക്കും, ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പുകയെങ്കിലും ഉണ്ടാക്കും. ഈ പുതിയ അന്തരീക്ഷത്തിൽ കൊതുകിന് നിൽക്കാനൊക്കത്തില്ല. പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ നമ്മളെല്ലാം അന്തരീക്ഷം മാറ്റുന്ന ഒരു സാഹചര്യത്തിലെങ്കിലും തണുപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ ചൂടുണ്ടാക്കുന്നത് പോലെ, ചൂട് മാറ്റാൻ വേണ്ടി AC ഉപയോഗിക്കുന്നത് പോലെ ലൂസിഫർ വരാതെ വേണം മനുഷ്യനെ ഇവിടെ താമസിപ്പിക്കേണ്ടതിന് ദൈവം ഈ ഭൂമിയുടെ കോസ്മോസ് മാറ്റി. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും എന്ന് പറയുന്ന ഭാഗം അന്നുണ്ടായിരുന്ന കോസ്മോസും അന്നുണ്ടായിരുന്ന ഭൂമിയും എന്നാണ് എബ്രായ ഭാഷയിൽ പറയുന്നത്. ഗ്രീക്കിൽ പറയുന്നത്. അങ്ങനെ ആ കോസ്മോസിനെ ദൈവം മാറ്റി. പുതിയ കോസ്മോസിലേക്കാണ് ആദം ഹവ്വമാരെ അയക്കേണ്ടത്. ഈ കോസ്മോസിൽ ലൂസിഫറിന് താമസിക്കാൻ ഒക്കത്തില്ല. വരാൻ പോകാം, പക്ഷേ താമസിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇവിടെ താമസിക്കേണ്ടതിന് വേണ്ടി ആദം ഹവ്വമാരെ സൃഷ്ടിച്ചു. എന്തിന്? 1-ാമത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ പർപ്പസ് അനുസരിച്ച് ഭൂമിയെ ഭരിക്കുവാൻ, 1-ാം കുടുംബം അതിനുവേണ്ടി ഒരുങ്ങുവാൻ. ഓക്കെ, സൃഷ്ടിച്ചത് ഇല്ലായ്മയിൽ നിന്നുളവാക്കുകയായിരുന്നു. സത്യത്തിൽ അത് ആത്മാവിനെയാണ് സൃഷ്ടിച്ചത്. ആ ആത്മാവിനെ സ്വർഗത്തിലാണ് സൃഷ്ടിച്ചത്. പക്ഷേ ആ ആത്മാവിനെ ഭൂമിയിലേക്ക് അയക്കാനൊക്കത്തില്ല. ഭൂമിയിലെ കോസ്മോസിൽ സ്വർഗീയ സൃഷ്ടികൾക്ക് ജീവിക്കാനൊക്കത്തില്ല. അല്ലേ, ലൂസിഫറും വരും, ജീവിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് മനുഷ്യന് വേണ്ടി ഒരു ഔട്ടർ കവർ നിലത്തെ പൊടി കൊണ്ടുണ്ടാക്കി. ഒരു ഔട്ടർ കവർ, ഈ കോസ്മോസിൽ നിന്നെടുത്ത പൊടി കൊണ്ട് ഒരു ഔട്ടർ കവർ ഉണ്ടാക്കി. ഈ കവറിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ ശ്വാസത്തെ ദൈവം ഊതിക്കയറ്റി. നിസ്വ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിസ്വ എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം ദൈവിക നേച്ചറോട് കൂടിയ റൂഹ എന്ന. റൂഹ എന്നുള്ള വാക്കിന് ആത്മാവെന്നും കാറ്റെന്നും രണ്ടർത്ഥമുണ്ട്. ഇങ്ങനെയാണ് മൂക്കിലേക്ക് ജീവശ്വാസം ഊതി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്ന വായുവാണ് ഊതിയെന്ന് ആരൊക്കെ തെറ്റിദ്ധരിച്ചത്. അങ്ങനെയല്ല. ദൈവിക സ്വഭാവമുള്ള സ്വർഗത്തിൽ സൃഷ്ടിച്ച നിസ്വ ഈ മൂക്കിലേക്ക് ഊതിക്കയറ്റി. എൻ്റെ ആകമേ ഒരുവനുണ്ട്. ആദാമിൻ്റെ ആകമേ ഒരുവനുണ്ടായിരുന്നു, പുറമേ ഒരുവനുണ്ട്. ആ പുറമേ ഉള്ളത് മണ്ണുകൊണ്ടുള്ളവനും ആകമേ ഉള്ളവൻ ആത്മീയനുമാണ്. ഇത് പുതിയ നിയമത്തിൻ്റെ തത്വമാണ്. അങ്ങനെ ആദാമിനെ സൃഷ്ടിച്ചു.
ഏകനായിരിക്കുന്നത് നല്ല എന്ന് ദൈവത്തിന് തോന്നിയതുകൊണ്ട് ദൈവം അവനെ ആണും പെണ്ണുമായി വേർതിരിച്ചു. മറക്കരുത്, ആണും പെണ്ണുമായി വേർതിരിക്കുന്നതിന് മുന്നമേ സ്വർഗത്തിൽ വെച്ച് അനുഗ്രഹിച്ചതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ളത്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക. താൻ ഏകനായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വിധിയായിരുന്നു സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക. പക്ഷേ അതിനാവശ്യമുള്ള സാഹചര്യം നൽകേണ്ടതിന് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവത്തിന് തോന്നിയതുകൊണ്ട് തക്കതായൊരു തുണയെ മനുഷ്യനിൽ നിന്നുണ്ടാക്കി. ഇവിടെ ഞാനൊരു പ്രധാന ആശയം പറയാം. ഞാനൊരു ലൈനേ ഇട്ടിട്ടുള്ളൂ, ക്രിയേഷൻ ഓഫ് മാൻ. പക്ഷേ അതിൻ്റെ അകത്തോട്ട് കയറുക. ദൈവം ആദാമിൻ്റെ മുമ്പിലൂടെ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും കടത്തിവിട്ടു. ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തോളാനുള്ള ആശയത്തിലാണ് ഇങ്ങോട്ട് കടത്തി വിട്ടത്. പട്ടിയെപ്പോലെ സ്നേഹമുള്ള വേറൊരു ജന്തുവിനെ കിട്ടത്തില്ല. സ്നേഹത്തിലല്ല ആദം നിന്നത്, തൻ ദൈവിക വിവേകത്തിലും ബുദ്ധിയിലുമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്നേഹം മാത്രം പോരാ. കുയിലിനെ പോലെ നന്നായി പാടുന്ന സ്വരമുള്ള വേറൊരു ജീവിയെ കിട്ടിയെന്ന് വരത്തില്ല. നന്നായി പാടുന്ന കുയിൽ വന്നപ്പോഴും ഇതിന് രണ്ടിനും ആദം പേരിട്ട് വിട്ടതേ ഉള്ളൂ. തൻ്റെ തുണയാളിയായി അംഗീകരിച്ചില്ല. അതുകൊണ്ട് ആദാമിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഓർത്ത് വെച്ച് നിങ്ങൾ ആലോചിച്ചോണം. ദൈവിക തിരഞ്ഞെടുപ്പാണ് വലുത്, എൻ്റെ തിരഞ്ഞെടുപ്പല്ല. ഇവിടെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. ഞാൻ വിവാഹിതനാണ്. 52 വർഷം കഴിഞ്ഞ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വിവാഹ ആലോചന കേരളത്തിൽ നിന്ന് വന്നു. സിസ്റ്റർ മേരി കോവൂര് ഒരാളിനോട് പറഞ്ഞു, MA വർഗീസിന് വേണ്ടി ഒരു പെൺകുട്ടിയെ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. മേരി കോവൂരിൻ്റെ കുടുംബത്തിൽ എൻ്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്, അവരുടെ ആരുമല്ല. അതുകൊണ്ട് MA വർഗീസിനെ ഒന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു ഇങ്ങനൊരു കാര്യം. അതിനെ തുടർന്നാണ് ആലോചനകൾ വന്നത്. ഞാൻ എൻ്റെ അപ്പൻ്റെ പേർക്ക് എഴുത്തെഴുതി. അക്കാലത്ത് ടെലിഫോണില്ല, എഴുത്താണ്. അപ്പൻ്റെ പേർക്ക് എഴുത്തെഴുതി, ഞാൻ വരുന്നുമില്ല, കാണുന്നുമില്ല, കല്യാണം ഉറച്ചേക്കാൻ പറഞ്ഞു. കാരണം അത് ദൈവം നിയോഗിച്ചതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അല്പം കൂടെ കൂടുതൽ ക്വാളിഫൈഡ് ആയിരുന്നു. കുറഞ്ഞ പക്ഷം അന്ന് എനിക്ക് 2 ഡിഗ്രിയെങ്കിലും ഉണ്ട്. പിന്നെ ബാക്കിയും കൂടെ എടുത്തു. എൻ്റെ ഭാര്യയ്ക്ക് 1 ഡിഗ്രിയും ഇല്ല. അപ്പം അങ്ങനെയുള്ള പലതും നോക്കിയാലും ഒരു മാച്ച് അല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെങ്കിൽ ദൈവമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അതാ മാച്ച്. വിവാഹം കഴിഞ്ഞിട്ട് 52 വർഷമായി. ഇന്നുവരെ നീ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാനൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെങ്ങോട്ടെങ്കിലും മാറാൻ അവളും പറഞ്ഞിട്ടില്ല. എനിക്ക് നിന്നെ വേണ്ടെന്നൊരു പദം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. ഇന്നുവരെ യോഗ്യമായൊരു കുടുംബജീവിതം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിലയേറിയതാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിലയേറിയതാണ്. നിശ്ചയമായും ഞാൻ വിവാഹത്തിന് മുമ്പ് എൻ്റെ ഭാര്യയെ പോയി കണ്ടു. എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, നീ അങ്ങനെ പറയരുത്. കാര്യം നിനക്ക് കാണണ്ടായിരിക്കും, പക്ഷേ അവൾക്ക് നാളെ കാണണമെന്ന് തോന്നിയാൽ എന്തോ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കണ്ടേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കണ്ടു. ഓക്കെ, വിവാഹം നിശ്ചയിച്ചു. ഞാൻ പേര് പോലും ചോദിച്ചിട്ടില്ല വിവാഹം കഴിയുന്നത് വരെ. കാര്യം ദൈവത്തിൻ്റെ തീരുമാനമാണ്. ദൈവം പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് അവൻ ഒന്നിനെയും തിരഞ്ഞെടുത്തുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അവന് തക്കതായ തുണയുണ്ടാക്കും. ഒത്ത തുണയെന്നല്ല, കിട്ടിയ വസ്തുവെന്നല്ല, മറ്റു പലതിനെയും ഒരു ഗുണം നോക്കാതെ ദൈവിക തിരഞ്ഞെടുപ്പിന് വേണ്ടി വിട്ട ആദമിൽ നിന്ന് ദൈവം ഹവ്വയെ വേർതിരിച്ചു. അവരെ അനുഗ്രഹിച്ചു. അവരോട് പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും, അല്ലെങ്കിൽ നിനക്ക് നിത്യജീവനുണ്ട്. മറക്കരുത്, ദൈവിക അനുഗ്രഹം 1 നിത്യജീവനാണ്. 2 നിനക്ക് യാതൊരു പ്രശ്നവുമില്ല. നീ ചെയ്യുന്ന ജോലിയുടെ ഫലം നീ അനുഭവിക്കും. തോട്ടത്തിൽ വേല ചെയ്യാനും തോട്ടം കാക്കാനും. 1 തോട്ടം കാക്കുവാൻ, 2 തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ ആദം ഹവ്വമാരെ കൊണ്ടയാക്കി. ഞാൻ ഈ വിവാഹം കഴിപ്പിക്കുന്ന, ഇന്ന് കുടുംബം എന്നുള്ള വിഷയമാണല്ലോ എടുക്കുന്നത്, ഞാൻ വിവാഹം കഴിപ്പിക്കുന്ന ഓരോ ഇടങ്ങളിലും ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, അല്ലെങ്കിൽ വിവാഹിതരാകുന്ന കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നിങ്ങളുടെ തോട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബമാണ്. ഇതിനകത്ത് 3ാമതൊരുത്തൻ കയറരുത്, ഇതിൻ്റെ കാവൽ കാത്തോണം. അത് നിങ്ങളുടെ 2 പേരുടെയും പരിപാടിയാണ്. ഏതെങ്കിലും ഒരുത്തനെ നിങ്ങൾ കയറ്റിയാൽ നാളെ ആദമവ്വയ്ക്ക് പറ്റിയ പോലെ ഇരിക്കും, നീ പുറത്താകും, തോട്ടത്തിൽ വേറെ 2 പാർക്കും. അതുകൊണ്ട് വരരുത്, എന്നും കയറ്റരുത്. ഞാൻ അതുപോലെ തന്നെ സഭകൾ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴും ശുശ്രൂഷകന്മാരെ ഓർഡൈൻ ചെയ്യുമ്പോഴും അവരോടും പറയാറുണ്ട്, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന തോട്ടം നിങ്ങളുടെ സഭയാണ്. അരുതാത്ത ഒന്നും ഇതിനകത്ത് കയറരുത്. ഈ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്ന മാസികകളുണ്ടല്ലോ, ഒരെണ്ണം നിങ്ങളുടെ വീട്ടിലേക്ക് സഭയിൽ കയറരുത്. കയറിയാൽ നാളെ നീ പുറത്തും പിശാചകത്തുമായിരിക്കും. തോട്ടത്തിന് കാവൽ നിൽക്കുക. ഇനി നമ്മളൊരു വീട്ടിലോട്ട് വന്നാൽ അരുതാത്ത ഒരു പാനീയം നമ്മുടെ വീട്ടിൽ കയറരുത്. അയോഗ്യമായ ഒരു ഡ്രിങ്ക്സ് നമ്മുടെ വീട്ടിലുണ്ടാകരുത്. ഞാനിത് പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയോടാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും എന്നെ ഏൽപ്പിച്ച സബ്ജക്റ്റിനോട് നീതി പാലിക്കണ്ടേ, അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്, കയറരുത്. ഞാനൊരു ഉദാഹരണം കൂടി ഇങ്ങനെ പറയാം. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്നു. എനിക്കന്ന് ഓഫീസിൽ പോകാനും വരാനുമായിട്ടൊരു സ്കൂട്ടറുണ്ട്. എല്ലാവർക്കും ഒരു സ്കൂട്ടർ ഇല്ലായിരുന്നു ആ കാലത്ത്.
ഒരു ദിവസം ഞാൻ എയർഫോഴ്സിൻ്റെ ക്യാൻറ്റീനിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ അടുത്ത് താമസിക്കുന്നയാളാണ്. ഞാൻ താമസിക്കുന്ന വീടും ഞങ്ങളുടെ ഓഫീസും തമ്മിൽ ഏറെക്കുറെ 22 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എൻ്റെ സ്കൂട്ടറെ വെച്ചുകൊണ്ടങ്ങ് പോകും. എൻ്റെ അടുത്ത് താമസിക്കുന്ന സ്നേഹിതൻ പറഞ്ഞു, ഞാനിതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ബസ്സിനാണ് വരേണ്ടത്, അപ്പം നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ കുറേ സാധനങ്ങളുണ്ട്, അതുകൂടെ നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും, സ്കൂട്ടറെ കൊണ്ടുപോകും, ഉച്ച കഴിയുമ്പോൾ ഞാൻ വന്ന് എടുത്തോളാം, അല്ലെ വൈകിട്ട് വന്ന് എടുത്തോളാം. സന്തോഷം. ഞാൻ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നു. അതിനകത്തൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിനകത്ത് 2 കള്ളുകൂപ്പി ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹം ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണെന്ന് മാത്രം കരുതി വീട്ടിൽ കൊണ്ടുവച്ചു. എൻ്റെ മൂത്ത മോന്, ഇപ്പം പലർക്കും അറിയാം, സുനിൽ പാസ്റ്റർ, അദ്ദേഹത്തിന് 5 വയസ്സിനടുത്ത് പ്രായമുണ്ടെന്ന്. അവൻ ഓടിക്കളിച്ച കൂട്ടത്തിൽ വന്ന് ഈ ബാഗെ തട്ടി കുപ്പി 2 കൂടെ താഴെ വീണു പൊട്ടി നാറിയിട്ട് വീട്ടിൽ കയറത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കള്ളായിരുന്നല്ലോ. എനിക്ക് എയർഫോഴ്സുകാരനല്ലേ, കള്ളിൻ്റെ നാറ്റം നന്നായി അറിയാം. ഇത് കള്ളായിരുന്നല്ലോ എന്ന് പറഞ്ഞു. മോനോടനെ ഒരു ചോദിച്ചു, ഡാഡി, നമ്മുടെ വീട്ടിലെങ്ങനെയാണ് കള്ളം കയറിയത്? അവന് കള്ളെന്നറിയത്തില്ല, കള്ളനെന്നേ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, മോനെ, ഡാഡിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, ഇനി ഈ ആയുസ്സിൽ ചെക്ക് ചെയ്യാത്തൊരു സാധനം വീട്ടിൽ കയറ്റുകയില്ല. ഞാൻ പറയുന്നത് എൻ്റെ ഗൗരവം മനസ്സിലായോ? എൻ്റെ വീടിൻ്റെ കാവൽ എൻ്റേതാണ്. അയോഗ്യമായൊരു ആഹാരം, അയോഗ്യമായൊരു പാനീയം നിങ്ങളുടെ ഫ്രിഡ്ജിൽ വരല്ലേ. ദൈവം നിങ്ങളെ കാവലിന് വേണ്ടി ആക്കിയിരിക്കുക. നിങ്ങളുടെ വീടിൻ്റെ കാവൽ. വീട് നമ്മുടെ സ്വന്തമല്ല, ദൈവം തന്നതാണ്. അതിൻ്റെ കാവലിന് വേണ്ടി ദൈവമാക്കി. നൗ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് മെൻ? ദൈവം മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു? ടു മേക്ക് എ കോളനി ഓഫ് ഹെവൻ ഓൺ എർത്ത്. ഞാൻ ഇന്നലെ പറഞ്ഞ് നിർത്തിയത് അവിടെയാണ്. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് പുതിയ നിയമസഭയെ പഠിപ്പിച്ചത്. ഇത് തന്നെയായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. ലൂസിഫറിനെ ആക്കിയത് അതിനു വേണ്ടിയാണ്, ആദമിനെ ഇപ്പോഴാക്കുന്നത് അതിനു വേണ്ടിയാണ്. അങ്ങയുടെ രാജ്യം ഇവിടെ കൊണ്ടുവരണം, അതിനുവേണ്ടി ടു മേക്ക് എ കോളനി ഓഫ് ഹെവൻ ഓൺ എർത്ത്. ഈ കോളനി എന്നുള്ള പദം ഇന്നലെ ഞാൻ വിശദീകരിച്ചില്ല. ഞാൻ പറഞ്ഞു, ഈ രാജ്യത്ത് കാർ ഓടിക്കുന്ന നിങ്ങൾ റോഡിൻ്റെ വലത്തുവശത്തോട് ഓടിക്കും. ഇന്ത്യയിൽ കാർ ഓടിക്കുന്ന ഒരാൾ റോഡിൻ്റെ ഇടത്തുവശത്തോട് ഓടിക്കും. കാരണം ഇന്ത്യ പണ്ടൊരിക്കൽ ബ്രിട്ടീഷുകാരൻ്റെ കോളനിയായിരുന്നു. ആ കൊളോണിയൽ ലോ ഇവിടെ ഉണ്ടായിരുന്നു. കൊളോണിയൽ ലോ ഇന്ത്യയിലുണ്ട്, ഇന്നുമുണ്ട്. ഇന്നും ഇംഗ്ലീഷിൽ കളർ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ സ്കൂളിൽ നിന്ന് കുഞ്ഞ് പാസ്സാകണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് സ്പെല്ലിംഗ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. കാര്യം അതാണ് അംഗീകരിക്കപ്പെട്ടത്. എ കൊളോണിയൽ ലോ. ദൈവത്തിൻ്റെ കോളനിയായി ഭൂമിയെ കൊണ്ടുപോകാൻ ദൈവം തീരുമാനിച്ചു. ഈ ആശയം ഒത്തിരി ഗൗരവമാണ്. ദൈവത്തിൻ്റെ കോളനിയായി കൊണ്ടുപോകാൻ ദൈവം തീരുമാനിച്ചു. വേർ ദർ ഇസ് എ കിങ്ഡം, അതിന് മാത്രമേ കോളനിയുള്ളൂ. ജനായത്ത ഭരണത്തിൽ കോളനിയില്ല. ഇന്ന് നാം ഭരിക്കപ്പെടുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനല്ല. ഇന്ത്യയിൽ ഇവിടെ അങ്ങനല്ല, രാജനിയമമാണ്. കുറഞ്ഞ പക്ഷം പാർഷ്യലായിട്ടെങ്കിലും. രാജനിയമം എഴുതി ഉണ്ടാക്കുന്നത് രാജാവാണ്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. ഇന്ത്യയിൽ ജനായുക്ത ഭരണമായതുകൊണ്ട് നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുന്നത് ജനമാണ്. ഗവൺമെൻറ് അതനുസരിച്ച് ഭരിക്കാനാണ്. നടക്കുന്നോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. നടക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. പ്രോപ്പറായിട്ടൊന്നും നടക്കുന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കോളനി പാലിച്ചതിനാൽ, അദ്ദേഹത്തിന് ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നതിനാൽ നിയമം രാജാവ് എഴുതും, നിർബന്ധമായി അത് ആളുകളെ ഏൽപ്പിക്കും. സ്വർഗത്തിൻ്റെ കോളനിയാണെങ്കിൽ നിയമം നമ്മളല്ല ഉണ്ടാക്കുന്നത്, ദൈവം ഉണ്ടാക്കുന്നത്. ഈ രാജ്യത്ത് ഇന്നത് വേണം. അങ്ങനെ ദൈവത്തിൻ്റെ കോളനി ഭൂമിയിൽ ഉണ്ടാക്കുവാൻ ആദമവുമാരെ സൃഷ്ടിച്ചു. വാട്ട് വാസ് എ സ്റ്റൈൽ? സ്റ്റൈൽ വാസ് ഫാമിലി. അവരെ ഒരു കുടുംബമായി ദൈവം കൂട്ടിച്ചേർത്തു. ദ സ്റ്റൈൽ വാസ് ഫാമിലി. ഇന്നും ദൈവത്തിൻ്റെ താല്പര്യം ദൈവത്തിൻ്റെ കോളനി ഭൂമിയിലുണ്ടാകണം. അത് ഇന്ന് രാജ്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അത് ഇവിടുത്തെ രാജാവിനെ ഏൽപ്പിച്ച് നമ്മളാരും മെനക്കെടാൻ പോകണ്ട. അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കുടുംബം എന്നെ ഏൽപ്പിച്ചതാണ്. നിങ്ങളുടെ കുടുംബം നിങ്ങളെ ഏൽപ്പിച്ചതാണ്. അത് ദൈവിക കോളനിയായി കൊണ്ടുപോകുവാൻ ദൈവം തീരുമാനിച്ചു. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ഇറ്റ് ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ. 1 മെയിൽ ആൻഡ് 1 ഫീമെയിൽ. ഇവരെ 2 പേരെയും കൂടാണ് ദൈവം ഒരുമിച്ച് യോജിപ്പിച്ചത്. എന്നിട്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകാനുള്ള അനുഗ്രഹം അവരുടെ മേൽ കണ്ടിന്യൂ ചെയ്തു. ഇതിനിടയ്ക്കാണ് പാപം വന്നു കയറിയത്. പാപം വന്ന ഉടനെ സ്ത്രീയോട് പറഞ്ഞു, നിനക്കൊരു ശാപമുണ്ട്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക എന്നുള്ളത് കഴിഞ്ഞകാല നിത്യതയിൽ ദൈവം സ്വർഗത്തിൽ വിധിച്ച വിധിയാണെങ്കിലും ഈ മണ്ണിൽ പാപം ചെയ്തതോടെ ഒരു ശിക്ഷയും കൂടെ ആഡ് ചെയ്യുകയാണ്. വേദനയോടെ ആയിരിക്കും കുഞ്ഞിൻ്റെ ജനനം. അതുമാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. മറ്റേത് കഴിഞ്ഞകാല നിത്യതയിലെ നിയമം. ചെലവിന് കഴിയേണ്ടതിന് ജോലി ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിയമമാണ്. തോട്ടത്തിൽ ജോലി ചെയ്യേണ്ടതിനാണ് ആദാമിനെ കൊണ്ടാക്കിയത്. ഇവിടെ ജോലി ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇന്നിത് ക്ലെയിം ചെയ്തു, കർത്താവേ, കുടുംബജീവിതം ദൈവത്തിൻ്റെ മെത്തേഡാകയാൽ, ദൈവത്തിൻ്റെ പ്രോജക്റ്റ് ആകയാൽ എനിക്ക് യോഗ്യമായൊരു ജോലി തന്നേ തീരൂ.
ബാംഗ്ലൂർ ചർച്ചിൽ ഞാൻ വരുന്ന സമയത്ത് കാലിൽ ചെരുപ്പിടാനില്ലഞ്ഞവർ ഉൾപ്പെടെ 22 കുടുംബങ്ങളായിരുന്നു, 22 വ്യക്തികൾ ആയിരുന്നു ചർച്ചിലുണ്ടായിരുന്നത്. കുടുംബമൊന്നുമല്ല, 22 വ്യക്തികൾ. അതിൽ ഒരാൾ കടത്തിണ്ണെ കിടന്നുറങ്ങുന്ന ആളായിരുന്നു. കാര്യം പുള്ളിക്കാരൻ കിടന്നുറങ്ങാൻ വേണ്ടി ഒരൊറ്റ ആസ്പെറ്റോ ഷീറ്റ് ഇട്ട് ഒരു റൂം പോലും വാടകയ്ക്ക് എടുക്കാൻ നിവൃത്തിയില്ലാതെ കടത്തിണ്ണെ കിടന്നുറങ്ങുന്നവനായിരുന്നു. അതിലൊരാൾ. ദൈവത്തിൻ്റെ കരുണയാൽ ഇന്ന് 22,000-ലധികം ആളുകൾ ചർച്ചിലുണ്ട്. 1-2 കുടുംബങ്ങൾ ഒഴിച്ചാൽ ബാക്കി സകല കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു? ഈ തത്വങ്ങൾ അറിയാവുന്നത് കൊണ്ട് കൂടെ കൂടി ഇത് പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങൾ ക്ലെയിം ചെയ്ത ദൈവത്തോടെ, ദൈവം നിങ്ങൾക്ക് തന്നേ പറ്റൂ, ഇറ്റ്സ് യുവർ റൈറ്റ്. കാര്യം കുടുംബജീവിതം എന്നുള്ളത് നിങ്ങളുടെ പ്രോജക്റ്റ് അല്ല, ദൈവത്തിൻ്റെ പ്രോജക്റ്റാണ്. ആൻഡ് ദെൻ വാട്ട് ഇസ് ദ മെത്തേഡ്? ഇറ്റ്സ് ബൈ മൾട്ടിപ്ലിക്കേഷൻ. കുഞ്ഞുങ്ങളില്ലാത്ത മാതാപിതാക്കളോട് ഞാൻ പറയാറുണ്ട്, കുടുംബജീവിതവും മക്കളും എന്നുള്ള ദൈവത്തിൻ്റെ പ്രോജക്റ്റാണ്. നമ്മൾ ദൈവത്തിന് ക്ലാസ് എടുത്ത് പഠിപ്പിക്കുകയൊന്നും വേണ്ട. ദൈവത്തോട് പറഞ്ഞാൽ മതി, ഇതെൻ്റെ പ്രോജക്റ്റല്ല, അങ്ങയുടെ പ്രോജക്റ്റാണ്. ആൻഡ് ദൈ മെത്തേഡ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. അവേ എനിക്കത് വേണം, അത് പറഞ്ഞാൽ മതി. എല്ലാവർക്കും കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, നല്ല വലിയ നല്ല ഞാൻ പറഞ്ഞത് ഉണ്ട്. എന്നാൽ ഇത് നമുക്ക് ദൈവത്തോട് ക്ലെയിം ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് എന്ന് ഒന്ന് ഓർപ്പിക്കുകയായിരുന്നു. ഇനി ഞാൻ ആദാമിൽ നിന്നൊരു ഒറ്റ ചാട്ടം ചാടാൻ അബ്രഹാമിലേക്ക്. ആദാമിൻ്റെ കാലം മുതൽ കുടുംബജീവിതം തുടങ്ങി, അവിടെയാണല്ലോ ആരംഭം. അബ്രഹാമിൻ്റെ ജീവിതത്തിലോട്ട് മാറാൻ പോകാം. വാട്ട് വാസ് ദ പർപ്പസ്? അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? ഇന്നലെ ഞാനൊരു ചെറിയ രൂപത്തിൽ അത് എടുത്തായിരുന്നു. നിമ്രോദിൻ്റെ കാലമായതോടെ, നിമ്രോദ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു നായാട്ട് വീരനായിരുന്നു എന്ന് മാത്രമേ ബൈബിളിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷെ ചാവുകടൽ ലിഖിതങ്ങളിൽ നിമ്രോദിനെക്കുറിച്ച് ഗൗരവമായ വിശദീകരണമുണ്ട്. ഏതാണ്ട് 20ഓളം അധ്യായങ്ങളാണ് ചാവുകടൽ ലിഖിതങ്ങളിൽ നിമ്രോദിനെക്കുറിച്ച് പറയുന്നത്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മന്ത്രവാദിയായിരുന്നു നിമ്രോദ്. ഏറ്റവും വലിയ മന്ത്രവാദി. മാന്ത്രിക ശക്തികളാൽ പൈശാചിക ശക്തികളെ ആകർഷിച്ച് ഈ ഭൂമിയുടെ ഭരണം പിശാചിന് കൈമാറുവാൻ നിമ്രോദ് തീരുമാനിച്ചു. അതിനുവേണ്ടി ആകാശത്ത് മുട്ടുന്ന എന്ന് മലയാള വേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഉയരമുള്ള ഗോപുരം പണിതു. എന്നാലും നമ്മൾ അവിടം വരെ വന്നതാ. 12 കിലോമീറ്റർ അടുത്ത ഉയരമുണ്ട്. 12 കിലോമീറ്റർ അടുത്ത് ഉയരമുണ്ട്. എങ്ങനെയാണ് അത് പറയുന്നതെന്ന് പറയാം. ആകാശത്ത് മുട്ടുന്ന ഒരു ഗോപുരം പണിയാനാണ് മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലും അങ്ങനെ. പക്ഷെ അത് എഴുതപ്പെട്ട മൂലഭാഷയും അതിനോട് ചേർന്ന് ചാവുകടൽ ലിഖിതങ്ങളും പഠിച്ചാൽ ആകാശത്ത് ചുറ്റി സഞ്ചരിക്കുന്ന കറുത്ത മേഘങ്ങളുടെ മുകളിലുള്ള മാന്ത്രിക ശക്തികളാൽ വശീകരിക്കാവുന്ന ആ ശക്തിയെ കൊണ്ടുവരുവാനാണ് അവൻ പറഞ്ഞത്. ഇനി ഞാൻ വേറൊരു ഇത് പറയാം. ബുർജ് ഖലീഫ ഇന്നലെ ഞാൻ തൊട്ടു പടവും കാണിച്ചു. നിങ്ങളെല്ലാം നേരെ കണ്ടിട്ടുണ്ട്. ബുർജ് ഖലീഫ പണിയാൻ ഒരു സാധാരണ എഞ്ചിനീയറിംഗ് കൊണ്ടൊക്കത്തില്ല. അതുപോലെ നോളജ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ആ സൂത്രത്തിന് 3/4 കിലോമീറ്റർ അടുത്ത് ഉയരമേ ഉള്ളൂ, 1 കിലോമീറ്ററിന് താഴെ ഉള്ളൂ. അത് പണിയുവാൻ അത്രയും ടെക്നിക്കൽ നോഹൗ വേണമായിരുന്നെങ്കിൽ നിമ്രോദ് പണിതത്, ആകാശം മുട്ട എന്നാണ് എഴുതിയിരിക്കുന്നത്, എന്നെ ടെക്നോളജി വേണം? യഹോവയായി ദൈവം പണി കാണാൻ ഇറങ്ങി വന്ന് നോക്കിച്ചു പറഞ്ഞ് ഇത് നടക്കും, ഇത് മുട്ടും എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ച വരെ പോവും. അങ്ങനെയാണെങ്കിൽ എന്തോ ടെക്നോളജി വേണമെന്നാണ് നിങ്ങളീ പറയുന്നത്. എന്തായിരിക്കും അവൻ്റെ നോഹൗ? അത്രയും ടെക്നോളജിയും നോഹവും അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ മുട്ടാൻ ആകാശം എന്ന് പറയുന്നത് ഒന്നും മേളിലില്ലെന്ന് ആർക്കറിയാൻ വയ്യാത്ത അത്രയും ടെക്നോളജിയും നോഹവും ഉള്ള ഒരാളാണ്. ഈ വേദപുസ്തകത്തിൻ്റെ നെഗറ്റീവ് സൈഡാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, എന്നിട്ട് പോസിറ്റിവിറ്റിയിൽ വരാൻ വേണ്ടി. അങ്ങനെ ആകാശത്ത് മുട്ടാവുന്ന വലിപ്പത്തിലൊരു ഗോപുരം പണിയുവാൻ കഴിയുന്ന ടെക്നോളജിയും നോഹവും ഒരാൾക്കുണ്ടെങ്കിൽ ചെന്ന് മുട്ടാൻ മേളിലൊന്നും ഇല്ലെന്ന പൊട്ടൻ അറിഞ്ഞിരിക്കണം, അറിയാം. പിന്നെ എന്നെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ആകാശത്ത് മുട്ടുക എന്നല്ല, അത് ഒരു ഡ്യൂവൽ അർത്ഥമുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യൂവൽ അർത്ഥമുള്ള വാക്കുകൾ വേദപുസ്തകത്തിൽ അങ്ങും ഇങ്ങുമൊക്കെ ഉണ്ട്. അതിലൊന്നാണ് ബാപ്റ്റിസം. നിങ്ങളെല്ലാവരും കേട്ട് കാണും ബാപ്റ്റിസം. ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് പദത്തെ ബാപ്റ്റിസം എന്ന് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തതാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യല്ല. ബാപ്റ്റിസം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം നിമജ്ഞനം ചെയ്യുന്ന. അത് നമുക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി, നമ്മളെ പൊട്ട് കളിപ്പിക്കാൻ, കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടി സഭാപിതാക്കന്മാരിൽ ആരൊക്കെയോ കൂടെ ചേർത്ത് വെച്ച വേലയാണ് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യുക. ഇതുപോലെ ആഭിചാരകന്മാരെ കൂടെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നമേ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നതായ പൈശാചിക വ്യാപാരങ്ങൾ അതിശക്തമായിരുന്നു. ആ വ്യാപാര ശക്തിയിൽ നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവരെ കൂടെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഈ പദം ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് ആകാശത്ത് മുട്ടുന്ന എന്ന് എഴുതി വെച്ചതാണ്.
ആ വാക്കിൻ്റെ ഒറിജിനൽ അർത്ഥം ഇതാണ്: ആകാശത്ത് വ്യാപരിക്കുന്ന കറുത്ത മേഘങ്ങളുടെ മീതെ കിടക്കുന്ന മാന്ത്രിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടാവുന്ന മാജിക്കൽ ഹെവൻസിനെ അട്രാക്റ്റ് ചെയ്തു ഭൂമിയിൽ കൊണ്ടുവരണം എന്നവൻ തീരുമാനിച്ചു. ആ ടീം നോഹവൻ ആരാ കൊടുത്തത്? സാത്താനാ കൊടുത്തത്. നിശ്ചയമായും സാത്താനാ കൊടുത്തത്. അവൻ ഏറ്റവും വലിയ മന്ത്രവാദിയായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, അദ്ദേഹം ഈ കോൾ നായാട്ടിന് വേണ്ടി പോകുമ്പോൾ സാധാരണ നായാട്ട് വീരന്മാർ പഴയ കാലത്ത് പട്ടിയെ ഉപയോഗിച്ചിരുന്നു. ഇവൻ 2 സിംഹങ്ങളെയായിരുന്നു കൊണ്ടുവന്നത്. സിംഹങ്ങൾ അവനെ കടിക്കുകയില്ലായിരുന്നാണ് പറയുന്നത്. കാരണം ഈ മാന്ത്രിക ശക്തിയായിരുന്നു അവനുണ്ടായിരുന്നത്. ഞാനൊരു നെഗറ്റീവ് സൈഡും കൂടെ അതിൻ്റെ കൂടെ ചേർത്തോട്ടെ. നെഗറ്റീവല്ല, ഒരു ആക്ച്വൽ ഫാക്റ്റും കൂടെ ചേർത്തോട്ടെ. ഇവൻ ഇങ്ങനെ വളർന്ന് കിളരുവാൻ വേറൊരു കാരണം കൂടുണ്ട്. ആദാമിന് ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ഒരു ഉടുപ്പ് കൊടുത്തു. തോല് കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി. ആ ഉടുപ്പിരിക്കുന്നിടത്ത് ഒരു ശക്തിക്കും അവനെ ജയിക്കാനൊക്കത്തില്ല. ഇതായിരുന്നു ആദാം ഹവ്വായ്ക്ക് കൊടുത്തത്. ഇത് തലമുറയായി കൈമാറി നോഹയുടെ അടുക്കൽ വന്നു. അതുകൊണ്ടാണ് നോഹ മാത്രം തൻ്റെ തലമുറയിൽ കൃപ ലഭിച്ചവനായി മാറുകയും പാപം ചെയ്യാതെ തമിയം തൻ്റെ ഒറിജിനാലിറ്റി സൂക്ഷിക്കുവാൻ ആ കൃപ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തത്. നോഹയുടെ കാലശേഷം നോഹയുടെ വീട്ടിൽ വഴക്കായി. മൂത്ത മോനെ നോഹ ശപിച്ചു. അവൻ്റെ വൈരാഗ്യം തീർക്കുവാൻ, ചാവീട് ലിഖിതത്തിലാണ് രേഖകളുള്ളത്, അവൻ്റെ വൈരാഗ്യം തീർക്കുവാൻ അവൻ ഇത് മോഷ്ടിച്ചെടുക്കുകയും അത് അവസാനം നിമ്രോദിൻ്റെ കയ്യിൽ വരികയും ചെയ്തു. ഇങ്ങനെ ദൈവനാമം ധരിച്ചുകൊണ്ടാണ് നിമ്രോദ് നടന്ന മന്ത്രവാദം ചെയ്തറിയാമോ? അന്ത്യകാലത്തും ഇതിൻ്റെ ഒരു സൂചനയുണ്ട്. എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുത്. കാര്യം പലതും വ്യാജാത്മാക്കളാണ്. അവർ ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്യും. നിമ്രോദ് നടക്കുന്നത് കണ്ടാൽ തോലുകൊണ്ടുള്ള ഉടുപ്പാണ്. അവൻ്റെ ചരിത്രം എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം തോലുകൊണ്ടുള്ള ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇത് ആദം ഹവ്വമാർക്ക് കൊടുത്തതാണ്. ആ പ്രൊട്ടക്ഷനിൽ നിന്നുകൊണ്ട് അവൻ ദൈവത്തിനു വേണ്ടി ദൈവത്തോട് ദോഷം ചെയ്തു. അവൻ തന്നെ വ്യത്യസ്ത ദേശങ്ങളിൽ ആരാധിച്ചു വന്ന വ്യത്യസ്ത ഡൈറ്റുകളുടെ രൂപങ്ങൾ കൊണ്ടുവന്ന് ആകാശത്തിൻ്റെ മുകളിൽ, ആകാശത്തേക്ക് ഉയരുന്ന ഗോപുരത്തിൽ എന്ന് പറഞ്ഞാൽ കാർമേഘമണ്ഡലത്തിൻ്റെ മുകളിൽ ഉയരുന്ന ഒരു ഗോപുരത്തിൽ. കാർമേഘമണ്ഡലം സാധാരണ 11 കിലോമീറ്ററാണ്. 10.5, 11, ചിലയിടത്ത് 11.25 കിലോമീറ്റർ വരെ പോകും. അതാണ് കാർമേഘം. നിങ്ങൾ എന്നാ കിളരത്തിൽ പറന്ന് ഇങ്ങോട്ട് വന്നെന്ന് ആർക്കെങ്കിലും അറിയാം? അപ്രോക്സിമേറ്റ്ലി 11 കിലോമീറ്റർ ഉയരത്തിൽ പറന്ന് ഇങ്ങോട്ട് വന്നേ. കാര്യം വഴിയിലെല്ലാം ഇടിവെട്ടലുണ്ടാകും. അത് താഴെ കിടന്ന് വെട്ടിക്കോട്ടെ, നമ്മളതിൻ്റെ മേളിൽ കൂടെയാണ്. അപ്രോക്സിമേറ്റ്ലി 11 കിലോമീറ്റർ ഉയരത്തിൽ കൂടെ പറന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത്രയും കിളരമുള്ള ഒരു ഗോപുരം ഉണ്ടാക്കാൻ അവൻ തീരുമാനിച്ചു. അതിൻ്റെ മുകളിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ആരാധിച്ചു വരുന്ന ആ പൈശാചിക ശക്തികളുടെ രൂപം കൂടെ കൊണ്ടുവച്ച് അതിനെ പ്രസാദിപ്പിച്ച് ആവാഹിച്ചു ഭൂമിയിൽ കൊണ്ടുവരിക എന്നായിരുന്നു. ഇതുകൊണ്ടാണ് യഹോവയായ ദൈവം പണി കാണാൻ ഇറങ്ങി വന്നേച്ച് പറഞ്ഞത്, യവൻ സാധിക്കും. കാര്യം ഇവന് കിട്ടിയ നോഹവ് അത്ര ഗംഭീരമാണ്. ഹി വിൽ ഡു ഇറ്റ്. അത് വരാതിരിക്കുവാൻ യഹോവ ഭാഷ പിണക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, വ്യത്യസ്ത ദൂതന്മാർ വ്യത്യസ്ത ഭാഷകളാണ് സംസാരിക്കുന്നത്. ഇതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും വ്യത്യസ്ത ദൂതന്മാർ വ്യത്യസ്ത ഭാഷകളിലാണ് സംസാരിക്കുന്നത്. ഇന്നിങ്ങോട്ട് വരുമ്പോഴാണെന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ കൂടെ എന്നെ കൊണ്ടുവന്ന മനോജ് ബ്രദറിനോട് ഇങ്ങനെ പറഞ്ഞു, സാമച്ചൻ പാസ്റ്റർ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തിൽ നല്ലൊരു ആത്മീയ അന്തരീക്ഷം ഇവിടേക്ക് വരുമ്പോൾ കിട്ടണം. നല്ലൊരു ആത്മീയ അന്തരീക്ഷം ഉണ്ടെങ്കിൽ ടക്കെന്ന് അദ്ദേഹത്തിൻ്റെ അന്യഭാഷ മാറും. അതുവരെ സംസാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു അന്യഭാഷയിൽ സംസാരിക്കും. തുടർന്ന് വരുന്ന ദൂതുകൾ ആഴം വേറെയാണ്. കാര്യം അതുവരെ കൺട്രോൾ ചെയ്തിരുന്ന ദൂതൻ്റെ കയ്യിൽ നിന്ന് അതിനേക്കാൾ ശ്രേഷ്ഠനായ ഒരുവൻ്റെ കയ്യിലേക്ക് ദൈവം കൈമാറി. തുടർന്ന് വരുന്ന ആലോചനകൾ വ്യത്യസ്തമായിരിക്കും. ഞാൻ ഏത് പ്രവാചകൻ്റെ കയ്യിൽ നിന്നും ആലോചന സ്വീകരിക്കും. ദൈവ മുമ്പിൽ ഭയത്തോടും ഭക്തിയോടും സ്വീകരിക്കും. അങ്ങനെ ഞാൻ ഇവിടം വരെ ആയത് അങ്ങനെ. ഓക്കെ, ഇതുപോലെ വ്യത്യസ്ത ദൂതന്മാർക്ക് വ്യത്യസ്ത ഭാഷകളുണ്ട്. വീണുപോയ ദൂതന്മാർക്കും അതുപോലെ തന്നെയാണ്. ഇവന്മാരുടെ രൂപവുമായിട്ടാണ് ആളുകൾ വന്നത്. അത് ദൈവം പറഞ്ഞു, നീ കൊണ്ടുവന്ന രൂപങ്ങളെ നീ അങ്ങ് ആരാധിച്ചു. അതാത് ദൈവങ്ങളുടെ പ്രമാണം നീ അങ്ങ് ചെയ്തു. നീ പൊയ്ക്കോ, എനിക്ക് നിന്നെ വേണ്ട. ഞാൻ നിന്നെ വിറ്റ് കളഞ്ഞു എന്നാണ് ESVയിലൊക്കെ എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളെ വിറ്റ് കളഞ്ഞു. നിങ്ങൾ അവരുടെ ഭാഷയെ സംസാരിച്ചു. മലയാളത്തിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ, ഭാഷ കലക്കി കളഞ്ഞു. വ്യത്യസ്ത ഭാഷകളായി. ദൈവം ഏതാണ്ട് 25 ലക്ഷത്തോളം കഷണങ്ങളായി ഭൂമിയെ കണ്ട് അതിലെ ഒരു കഷണം അബ്രഹാമിനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ച് എൻ്റെ ജോലി ചെയ്യണം, എൻ്റെ പ്രമാണം സൂക്ഷിച്ചോണം. ബാക്കിയുള്ളതിനെക്കുറിച്ച് ഒരു നിർബന്ധവുമില്ല. തോന്നിയതുപോലെ പൊയ്ക്കൂ.
ഐ ഡു നോട്ട് വാണ്ട് യു സോൾഡ് ദം ഔട്ട്. അങ്ങനെയാണ് ജാതികളായി പിരിയുന്നത്. അന്ന് വരെ ജാതി എന്നൊരു പദം ബൈബിളിലില്ല, എല്ലാവരും കൂടെ മനുഷ്യനാണ്. ജാതികളെന്നുള്ള പദം ആദ്യം ആരംഭിക്കുന്നത് നിമ്രോദിൻ്റെ കാലത്താണ്. ജാതികളായി വിറ്റു. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് വീണ്ടെടുപ്പിനൊരു സമയമുണ്ടാകും. ആ വീണ്ടെടുപ്പിൻ്റെ കാലത്ത് ഞാൻ നിങ്ങളെ വീണ്ടെടുത്തോളാം. യേശു മണ്ണിൽ ഇറങ്ങി വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത, യഹൂദൻ്റെ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാ, അവർക്ക് മടങ്ങി വരവൻ്റെ സമയം കൊടുക്കും. അങ്ങനെ മടങ്ങി വരവൻ്റെ സമയത്തിന് വേണ്ടി അബ്രഹാമിനെ വേർതിരിച്ചു. ഇന്നലെ ഞാൻ പടങ്ങളൊക്കെ കാണിച്ചതാണ്. അബ്രഹാമിനെ വേർതിരിച്ചേച്ച് 25 ലക്ഷത്തിൽ ഒരു ഭാഗം, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം അബ്രഹാമിന് കൊടുത്തു. അതിൻ്റെ പോലും പകുതിയെ ഇപ്പോൾ അങ്ങരുടെ ഉള്ളൂ, ആ ജാതിയുടെയിലുള്ള അതിൻ്റെ ഒരു പകുതിയേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ, ദാവീദ് ഭരിച്ചിരുന്ന കാലത്താണ് ഇസ്രായേൽ സാമ്രാജ്യം ഏറ്റവും വലുതായത്. അന്നുപോലും 100% കിട്ടിയിട്ടില്ല. ദാവീദ് ഭരിച്ച കാലത്താണ് ഏറ്റവും വലുതായി സാമ്രാജ്യം വളർന്നത്. അന്നുപോലും 100% കിട്ടിയിട്ടില്ല. അബ്രഹാമിന് കൊടുത്തതിൽ ഒരു ഭാഗം മാത്രമേ അവർക്ക് എടുക്കാനൊക്കത്തുള്ളൂ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വേറൊരു ഗൗരവമേറിയ കാര്യം പറയട്ടെ. ഗൗരവമേറിയത്, വാഗ്ദത്തങ്ങൾ ഒരിക്കലും പോക്കറ്റിൽ ഇട്ട് തരത്തില്ല. വാഗ്ദത്തങ്ങൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തേ പറ്റൂ. ഇതെത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. ഒരിക്കലും പോക്കറ്റിൽ ഇട്ട് തരുന്നതല്ല, യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തേ പറ്റൂ. കാര്യം എൻ്റെ ഭാഗം ഞാനും ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കാനൊക്കത്തുള്ളൂ. അബ്രഹാമിനോട് പറഞ്ഞു, വാഗ്ദത്തം പിടിച്ചു, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം നിനക്ക് തരിക. ഇനി ഞാൻ വേറൊരു മനുഷ്യൻ്റെ വാക്കുകൾ, ഒരു സാധാരണക്കാരനല്ല, UNOയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ചെയർമാനായിരുന്ന റോൺ ചാൾസ് എന്നൊരാളുണ്ട്. അദ്ദേഹം ജീവനോടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് തീരെ നടക്കാതായ പരുവത്തിന്, ഇപ്പം ഞാൻ നിൽക്കുന്നതിനേക്കാളും ക്ഷീണത്തിൽ അദ്ദേഹത്തിൻ്റെ നടുവിനെന്തോ സംഭവിച്ച് നടക്കാൻ വയ്യാതെ 2 പേര് പിടിച്ച്, അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു വടി ഉപയോഗിച്ച് നടക്കുന്ന പരുവത്തിന് വരെ അവസാനം ബാംഗ്ലൂർ ചർച്ച് വന്നു. അതേതാണ്ട് ഒരു 10 വർഷത്തിന് മുമ്പാണ്. റോൺ ചാൾസിൽ നിന്ന് ഒരുപാട് ആശയങ്ങളിട്ട്, അദ്ദേഹം സാധാരണക്കാരനല്ല, ഞാൻ പറഞ്ഞു UNOയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ചെയർമാനായിരുന്നു. റോൺ ചാൾസ് പറഞ്ഞത്, അദ്ദേഹത്തിന് ഒത്തിരി ചരിത്രങ്ങൾ അറിയാം, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിന് ചരിത്രങ്ങൾ അറിയാം. അദ്ദേഹം പറഞ്ഞു, അബ്രഹാമിനെ ദൈവം വിളിച്ചു, നീ ദേശത്ത് നെടുകയും കുറുകയും നടക്കുക എന്നൊരു പദം ബൈബിളിൽ കിടപ്പുണ്ട്. എന്തോ ആണെന്ന്. അബ്രഹാം ജീവനോടിരുന്ന കാലത്ത്, നമ്മളിപ്പോൾ അബ്രഹാമിൻ്റെ ചരിത്രത്തിലാണ്, കോൾ ഓഫ് അബ്രഹാം. അബ്രഹാമിൻ്റെ കാലത്ത് ദേശം ആരുടെയും വകയല്ല. ഇത് ഞാൻ ചുമ്മാ കിടക്കുക. നിങ്ങൾക്ക് എത്രയും സ്ഥലം വേണം, അതിനൊരു അതിരി വെച്ചോണം. അതിരി വെച്ച് ആ ദേശം മുഴുവൻ കാൽനടയായി നടക്കണം. നീ എത്രയും സ്ഥലം വരെ നടന്നു, അത്രയും സ്ഥലം നിൻ്റെയാണ്. അബ്രഹാമിനോട് പറഞ്ഞു, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം നിനക്ക് നിൻ്റെ സന്തതിക്കും ശാശ്വതേവകാശമായി തരിക, നടന്ന് അത് എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ ഒരു മനുഷ്യൻ നടന്നാൽ ഒരു രാജ്യം മുഴുവൻ നടക്കാൻ ഒക്കുകയില്ല. അബ്രഹാം നടക്കാവുന്നിടത്തോളം നടന്നു. ഞാൻ പടിപടിയായിട്ട് പറയുകയാണ്, വാഗ്ദത്തം പിടിച്ചെടുക്കണം. അബ്രഹാമിൻ്റെ നടപ്പ് ദൈവത്തിന് തൃപ്തിപ്പെട്ടു. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ പേപ്പട്ടി നടക്കുന്നല്ലോ നടക്കുകയാണ്. ഈ പുള്ളിക്ക് ഇരിക്കാൻ നേരമില്ല, നടപ്പാണ് അബ്രഹാം ദേശത്ത് നടക്കുക. ഒടുവിൽ കർത്താവ് പറഞ്ഞു, എനിക്ക് തൃപ്തിയായി. നീ ഒരു കാര്യം ചെയ്യ്, തല ഉയർത്തി 4 വശത്തോട്ട് നോക്ക്. നീ കാണുന്ന ഭൂമിയല്ല നിൻ്റെയാവും. നീ നടന്നൊരു പരിധി വരെ ചെന്നു, അവിടെ ഒന്നുകൊണ്ട് നോക്കണം. അബ്രഹാം എവിടം വരെ നോക്കിയോ അത്രയും കിട്ടി. ബാക്കി ഇസഹാക്ക് നടക്കേണ്ടതായിരുന്നു. ഇസഹാക്ക് മരമടിയനായിരുന്നു എന്നറിയാവൂ. അദ്ദേഹം അബ്രഹാമിന് കിട്ടിയ അനുഗ്രഹം അത് അനുഭവിച്ചുകൊണ്ട് കൂടാരത്തിൽ താമസിച്ചത്, അല്ലാതെ ഈ പുള്ളി ഒരു ട്രാക്റ്റ് കൊടുക്കാൻ പോലും പോയിട്ടില്ല. നമ്മളെ പലരെ പോലെ. ഞാൻ നമ്മുടെ ലാംഗ്വേജിലോട്ടും കൂടെ ചേഞ്ച് പറയാൻ നോക്കുകയാണ്. കാര്യം നമുക്ക് പ്രായോഗികമായി വേണ്ടതല്ലേ, അതുകൊണ്ടാണ്. ഒരു നല്ല സ്വോത്രാഴ്ച പോലും ഇട്ടിട്ടില്ല ഇസഹാക്കെ. പുള്ളി ഒരു മരമടിയനായിരുന്നു, കൂടാരത്തിൽ താമസിച്ചു. അങ്ങേരുടെ മോനായിരുന്നു യാക്കോബ്. അവനാണെങ്കിൽ അബ്രഹാം ഇങ്ങോട്ട് പോരുന്ന പ്രദേശത്ത് തിരിച്ച് അങ്ങോട്ട് പോയി. അവൻ പിന്മാറ്റക്കാരനായിരുന്നു, എങ്കിലും ദൈവവിശ്വാസം സൂക്ഷിച്ചു. അങ്ങനെ 3 തലമുറകൾ വന്നു. എന്നാൽ ഹാഗാർ ഈ സമയത്ത് അബ്രഹാമിന് കൊടുത്ത സ്ഥലം മിക്കവാറും പ്രധാനമായും ഗാസ സ്ട്രിപ്പ് നടന്നു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എങ്ങനെ സ്ഥലം ഗാസ പോയെന്ന്? അബ്രഹാമിനെ ഏൽപ്പിച്ച ജോലിയാണ്. അബ്രഹാം ചെയ്തില്ല, ഇസാക്ക് ചെയ്തില്ല, യാക്കോബ് ചെയ്തില്ല. ഹാഗർ നടന്നു, അവർക്ക് കിട്ടി. അല്ലെ ഇസ്മായിലിയർക്ക് കിട്ടി ഗാസ സ്ട്രിപ്പ്. അങ്ങനെ അബ്രഹാം നടക്കാതെ വിട്ട കുറേ സ്ഥലങ്ങളുണ്ട്. അത് മുഴുവനൊന്നും അബ്രഹാമിന് പിടിക്കാൻ പറ്റിയില്ല. വാഗ്ദത്തം യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തേ പറ്റൂ. പക്ഷേ അബ്രഹാമിന് കൊടുത്ത മുഴുവൻ സ്ഥലം തിരിച്ചു കിട്ടുന്ന ഒരു സമയമുണ്ട്. അതാ സഹസ്രാബ്ദത്തിൽ കംപ്ലീറ്റ് ദൈവം അബ്രഹാമിന് കൊടുത്തത് മുഴുവനും അബ്രഹാമിൻ്റെ കൈ വരും. കാര്യം ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ ദൈവം വിശ്വസ്തത കാണിക്കും.
നിങ്ങളോടൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചെടുത്തേ പറ്റൂ. അബ്രഹാമിനെ ദൈവം വിളിച്ചു, വൈ ടു മേക്ക് എ കോളനി ഓഫ് ഹെവൻ ഓൺ എർത്ത്, എ നേഷൻ ഓൺ എർത്ത്. ഒരൊറ്റപ്പെട്ട വ്യക്തിയെയാണ് വിളിക്കുന്നത്, ഒരു ഭാര്യ പോലും ഇല്ലാതെ, അല്ലെങ്കിൽ മക്കളുണ്ടാകുന്ന ഒരു ഭാര്യ പോലും ഇല്ലാതെ, ജന്മനാൽ വന്ധ്യയായ ഒരു സ്ത്രീയുമായി ദൈവം അബ്രഹാമിനെ വിളിച്ചു. പറഞ്ഞു, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി തീർക്കും, വാ എൻ്റെ പുറകെ വാ. അങ്ങനെ അവരിറങ്ങി. എ നേഷൻ ഷൽ കം ഔട്ട് ഓഫ് യു, എ നേഷൻ ഷൽ കം ഔട്ട് ഓഫ് യു. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ വിശ്വസിച്ചോ, സംതിങ് മേജർ വിൽ ഹാപ്പൻ. ഞാൻ ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കുടുംബത്തോട് ഇങ്ങനെ പറഞ്ഞ, കുടുംബം ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു കുടുംബത്തോട് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ നമുക്കുള്ള കാഴ്ചപ്പാട് ഞാൻ പദം ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ. ബാംഗ്ലൂരിലെ നമ്മുടെ ചർച്ചിലുള്ള ഒരു സഹോദരൻ, തീരെ സാധുവായ ഒരാൾ, സാധു എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിലല്ല, കഴിവിലല്ല, സാമ്പത്തികത്തിൽ തീരെ താണ ഒരാൾ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ചില ഗുഡ് ന്യൂസ് കേട്ടതിനെ തുടർന്ന് ആ മനുഷ്യൻ വിറയ്ക്കാൻ തുടങ്ങി. എന്നെടുക്കുമെന്ന് പറഞ്ഞ്, എനിക്ക് വൈഫിൻ്റെ ഡെലിവറി അറ്റൻഡ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ല, കിടത്താനൊരു വീടില്ല, അതുപോലെ നിസ്സഹായ അവസ്ഥയിലാണ്. പാസ്റ്ററെ, ഈ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാൻ ഞാൻ പോവാം, അതിന് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ കാശ് എൻ്റെ കയ്യിലില്ല, ദയവ് ചെയ്തൊരു കുറച്ച് പണം തരണം, ഹോസ്പിറ്റലിൽ കൊടുത്ത് ഈ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാൻ. എൻ്റെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ കരിഞ്ഞോണ്ടായി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദർ, അരുത് ബ്രദർ, അവിടെ ഡെലിവറി നടക്കട്ടെ, അതിൻ്റെ ചിലവ് ഞാൻ നോക്കിക്കോളാം. ദൈവം വരുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ തരും. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കേണ്ടതാണ്. നീ കഠിനാധ്വാനം ചെയ്യണം. ഒരു ജോലി കൊണ്ടും 2 ജോലി കൊണ്ടും നിർത്തരുത്. 2, 3, 4 ഇടങ്ങളിൽ മാറി മാറി ജോലി ചെയ്യുമ്പോൾ ചെയ്യണം. ഒത്തിരി കൂലിപ്പണിയാണ്, ഇതെല്ലാം ചെയ്യണം. ചെയ്ത് നീ കാശുണ്ടാക്കാൻ നോക്ക്. ഇവിടെ ഡെലിവറി ചാർജ് ഞാൻ തന്നോളാം, ചിലവ് ഞാൻ തന്നോളാം. അവിടെ ഡെലിവറിക്ക് മുമ്പേ ഡെലിവറി ചാർജ് ദൈവം കൊടുത്തു. ഇന്ന് 4, 5 വീടുകൾ ബാംഗ്ലൂരിൽ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല കടകൾ അദ്ദേഹം വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ. ആ മോൻ ജനിച്ചു വളർന്നു. ഈ വർഷം മെയ് മാസത്തിൽ അവൻ IAS എഴുതുക. മനസ്സിലാകുന്നുണ്ട്? ഈ വർഷം മെയ് മാസത്തിൽ അവൻ IAS എഴുതുക. ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ അനുഗ്രഹിച്ചത് തന്നെ. അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ അനുഗ്രഹിക്കുക. അബ്രഹാമേ, മച്ചിയായി ഒരു ഭാര്യയുമായിട്ടാണ് നിന്നെ വിളിച്ചത്, പക്ഷെ ഞാനാ നിൻ്റെ ഗ്യാരണ്ടി, ഞാനാ നിൻ്റെ ഗ്യാരണ്ടി. ഇറങ്ങ്. I want a family to be formed, a nation to be formed on the earth, which shall be a replica of heaven. സ്വർഗത്തിൻ്റെ മാതൃകയായിരിക്കണം. അതിനാവശ്യമുള്ള റൂള് മുഴുവൻ നിനക്ക് തരാം. ഇപ്പം നിൻ്റെ കയ്യിലോട്ട് റൂൾ ഏൽപ്പിക്കാൻ ഒക്കത്തില്ല, നിൻ്റെ കയ്യിലോട്ട് റൂൾ ഏൽപ്പിക്കാൻ ഒക്കത്തില്ല. റൂൾ ഏൽപ്പിക്കണമെങ്കിൽ അതിന് വേറെ ചില കഴിവും ക്വാളിറ്റിയും വേണം. അതുള്ള ഒരുത്തനെ കൊണ്ടുവരാം. അങ്ങനെ മോശ വന്നത്. മോശയുടെ കയ്യിലോട്ട് റൂൾ കൊടുത്തേച്ച് പറഞ്ഞു, ഈ തന്നിരിക്കുന്ന പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നവനെ അമ്പെയ്തോ കല്ലെറിഞ്ഞോ കൊന്നേക്കണം, വെച്ചേക്കരുത്. ഈ തന്നിരിക്കുന്ന പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നവനെ കല്ലെറിഞ്ഞ് കൊന്നേക്കണം, അല്ലെങ്കിൽ അമ്പെയ്ത് കൊന്നേക്കണം. കൈ തൊടരുത്, കൈയും കൂടെ വൃത്തികേടാകും. അവനെ വേണ്ട. പുതിയ നിയമത്തിൽ വന്നപ്പോൾ അത് ഒന്നുകൂടെ മാറ്റി. ഞാൻ അബ്രഹാമിൻ്റെ കാര്യത്തിൽ ഇച്ചിരൂടെ താവട്ടിറങ്ങിയപ്പം മോശയുടെ ചരിത്രത്തിലൂടെ ഇച്ചിരൂടെ മാറ്റിയേച്ച് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ പ്രമാണം വിട്ട് നടക്കുന്ന ഏതു സഹോദരനോടും അകന്നു സൂക്ഷിച്ചോണം. ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറ്റത്തില്ല, അമ്പെയ്ത് കൊല്ലാൻ പറ്റത്തില്ല. അവനെ ഒഴിവാക്കണം. ചർച്ചയ്ക്കേറ്റല്ലേ, അവനെ ചർച്ചയ്ക്കേറ്റല്ലേ, അവനെ പറഞ്ഞു വിട്ടേക്കണം. ഇതാണ് പുതിയ നിയമത്തിൽ കൊടുത്ത പ്രമാണം. ഞാൻ താവോട്ട് വരട്ടെ. അബ്രഹാമിന് ദൈവം കൊടുത്ത സ്റ്റൈൽ, എഗെയിൻ ഫാമിലി, മെയിൽ ആൻഡ് ഫീമെയിൽ. അബ്രഹാം ഇതിനകത്തൊരല്പം ബുദ്ധികേട് കാണിച്ചു. ഇടയ്ക്കൊരു ഹാഗർ വന്ന് കയറി. തലമുറകൾ ചേർന്ന് ഇന്നും വില കൊടുക്കുക. നിങ്ങൾക്കെല്ലാം അറിയാം. അരുതാത്ത പണിക്ക് പോകല്ലേ, തലമുറകൾ വില കൊടുക്കേണ്ടി വരും. അബ്രഹാമിനെ ദൈവം ഏൽപ്പിച്ചത് യോഗ്യമായി ചെയ്തു. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തു. നെയിം അബ്രഹാം ആൻഡ് സാറ എന്നവർക്ക് പേരിട്ടു. മെത്തേഡ് മൾട്ടിപ്ലൈ ആസ് ഫാമിലി. അത് ദൈവത്തിൻ്റെ മെത്തേഡാണ്. ദൈവത്തിൻ്റെ മെത്തേഡുകൾ എടുത്തു മാറ്റാനായിട്ട് സാത്താൻ എന്നും ശ്രമിക്കും. അതിനകത്ത് ഇപ്പോൾ പിള്ളേർ വേണ്ട, ഒത്തിരി ഉണ്ട്. ഞാൻ ഒക്കെയാണ് നാളെ കാണാൻ തൊടാം. ഇന്ന് നമ്മൾ അവിടെ വരെ വരുമെന്ന് തോന്നുന്നില്ല. ഒത്തിരി ആലോചനകളൊക്കെ വരും. എനിക്ക് 2 മക്കളേ ഉള്ളൂ. എനിക്ക് ദൈവിക ആലോചനകളെക്കുറിച്ച് അത്രയും കൃത്യമായി അറിയാൻ വയ്യാഞ്ഞുണ്ട്. എനിക്ക് 2 മക്കളേ ഉള്ളൂ. ഒത്തിരി പേർക്ക് അത്രയൊക്കെ ഉള്ളൂ. നമുക്കൊക്കെ അത്രയും വിവരമേ ഉള്ളൂ. ഇന്നായിരുന്നു എൻ്റെ കല്യാണമെങ്കിൽ
പല കുഞ്ഞുങ്ങൾ കണ്ടേനെ. 2, 4 ഒന്നുമല്ല. കാരണം മൾട്ടിപ്ലൈ എന്നുള്ള പദമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ആ പദം ഇന്ത്യൻ ക്രിസ്ത്യാനി മറന്നുപോയതിൻ്റെ തിക്തക ഫലമാണ്. പണ്ട് 40% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനിത്വം ഇന്ന് 2.2 വന്നത്. ഈ ആശയം എല്ലാം ഗൗരവമായിട്ടൊന്ന് ഏറ്റെടുത്തു. ഇന്നിവിടെ വരാനുള്ള കാരണം അതാണ്. ഒരു അക്ഷരീക വളർച്ച. ഓക്കെ, ദേ ഹാവ് ടു മൾട്ടിപ്ലൈ. നൗ സെൻഡ് ദം ടു ഈജിപ്റ്റ്. ദൈവത്തിന് ഇവരെ ഒന്ന് വളർത്തണമെന്ന് തോന്നി. അതിനുവേണ്ടി ഇവരെ ഈജിപ്റ്റിലോട്ട് അയച്ചു. ദൈവം നിങ്ങളെ വളർത്താനായിരിക്കും ചിലരുടെ ഇവിടോട്ട് അയച്ചത്. കേരളത്തിൽ താമസിച്ച് തന്നെ ശരിയാകത്തില്ല. ഞാൻ ഇതിൻ്റെ തന്നെ ഒരു മറുവശം കൂടെ പറയാം. ഞാനീ പറയുന്നത് ഇൻ്റർനെറ്റിലുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാനിവിടെ വന്ന് ഇൻ്റർനെറ്റിൽ പോയി ഞാൻ പെട്ട പാട് എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് ഉള്ള ലിമിറ്റ് ഞാൻ നിൽക്കട്ടെ. ഞാൻ അന്ന് പാസ്റ്ററെ വിളിച്ചത് പറഞ്ഞു, പാസ്റ്ററെ ദയവ് ചെയ്തൊന്ന് ഡിലീറ്റ് ചെയ്യാമോ? കാര്യം ആകെ പ്രശ്നമായി. ഇന്ന് പോകാവുന്ന ലിമിറ്റ് വരെ ഞാൻ പോട്ടെ. തിരുവിതാംകൂർ കൊച്ചിയിൽ നിന്ന് ക്രിസ്തീയ വിഭാഗത്തിൽ യൂത്ത് പൊതുവെ അവിടെ ഇല്ലെന്നറിയാമോ? കഴിഞ്ഞു. ക്രിസ്ത്യാനിയുടെ യങ്സ്റ്റേഴ്സ് ഇന്ന് തിരുവിതാംകൂർ കൊച്ചിയിൽ തീരെയില്ല. ഒന്ന് കാണണം, ഇവിടെ വരണം, അല്ലേ അമേരിക്കയിൽ പോകണം, കാനഡയിൽ പോകണം. അവിടെയൊന്നും ഇല്ല. അവിടെ ഇത് ചത്തുകൊണ്ടിരിക്കുക, ഇത് താണുകൊണ്ടിരിക്കുക. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ദൈവം അബ്രഹാമിനെ ഈജിപ്തിലോട്ട് അയച്ചു. നിങ്ങളെ ഇവിടെ അയച്ചതുകൊണ്ട് നിങ്ങളുടെ ബേസിനോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്ന് കർത്താവിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എനിക്കാരും പൈസ അയക്കാനല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ കൃപയല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ആരംഭത്തിങ്കിൽ ബഥേൽ സഭയുടെ ആരംഭത്തിങ്കിൽ പല രാജ്യങ്ങൾ 10-60 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പോയ രാജ്യങ്ങളിൽ ദുബായ് ഉൾപ്പെടെ എന്നെ സാമ്പത്തികമായി ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അത് മുഴുവനും നിങ്ങളെന്ന് വന്നാൽ കാണാം. ബാംഗ്ലൂരിലുണ്ട്. ഇന്ന് അങ്ങനെ ഒരു ആവശ്യമില്ല. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഈ വർഷം അമേരിക്കയിലൊന്ന് പോയിരുന്നു. 1-2 ഇടത്തുനിന്ന് ആളുകൾ ഗൗരവമുള്ള സ്തോത്ര കാഴ്ച പണ്ട് തന്നതുപോലെ എൻ്റെ കൊണ്ട് തന്നവരോട് ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് എൻ്റെ തരല് എനിക്ക് വേണ്ട. ഞാൻ ഇപ്രാവശ്യം വന്നതിനല്ല. പണ്ട് ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്ന കാലം നിങ്ങളാ ചർച്ച് ബിൽഡ് ചെയ്തത്, അവരെ ചെയ്തത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോടുള്ള ആത്മീക കടപ്പാട്, ഭൗതികം കൊയ്തേച്ച് ആത്മീയത്തിൽ നിങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാൻ വന്നതാ. ഇന്ന് എനിക്ക് പൈസ വേണ്ട, ഞാനതിന് വന്നതല്ല. എൻ്റെ ഫെയർവെൽ വിസിറ്റ്സിലാണ് ഈ ദിവസങ്ങൾ പോകുന്നത്. കാര്യം എനിക്കറിയാം എൻ്റെ ആരോഗ്യം എവിടെ വരെയാണ് പോയതെന്ന് എനിക്കറിയാം. ഇറ്റ്സ് ഓൺ ദ ഫെയർവെൽ വിസിറ്റ്. അബ്രഹാമേ, അങ്ങയുടെ സന്തതി ഞാൻ ഈജിപ്തിലേക്ക് അയക്കും. അവിടെ താമസിപ്പിക്കാനല്ല, അവിടെ വളർത്താൻ വേണ്ടിയാണ്. വളർന്നാൽ വാഗ്ദത്ത ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുപോകും. ദൈവം നിങ്ങളിവിടെ വളർത്തിയാൽ നിങ്ങൾ പോകും. ആൻഡ് ഫാമിലി ഓഫ് ജേക്കബിൻ്റെ കുടുംബത്തെയാണ് കൊണ്ടുപോയത്. അബ്രഹാമിൻ്റെ കുടുംബത്തെ കൊണ്ടുപോയില്ല. കാര്യം ഒന്ന് ജീവിക്കാനും വീണ്ടും ഒരു അംഗസംഖ്യ ആകുന്നത് വരെ അവരെ ഈജിപ്തിൽ വിട്ടു. അങ്ങോട്ട് ഈജിപ്തിലോട്ട് പോയത് 75 പേരാണ്. ഉൽപ്പത്തി പുസ്തകം 46-ൻ്റെ 26-27 വാക്യങ്ങളിൽ 70 മെമ്പേഴ്സിനെയാണ് ദൈവം അങ്ങോട്ട് അയക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലും കിടപ്പുണ്ട്. അവിടെ 75 പേരെന്ന. അതിനകത്ത് മരുമക്കളുടെ കാര്യമൊക്കെ കൂടെ ചേർത്താം. മക്കൾ തന്നെയല്ല, മക്കൾ തന്നെ ചേർന്നാൽ, അപ്പനും അമ്മയും മക്കളും തന്നെ ചേർന്നാൽ 70. ചില മരുമക്കളെ കൂടെ ചേർത്ത് ചിലയിടത്ത് 1-ലധികം ഭാര്യമാരുണ്ടായിരുന്നിടത്ത് അതും കൂടെ ചേർത്താൽ 75 വന്നു. അതിൻ്റെ ലീഡറുടെ പേര് ജോസഫ് എന്നായിരുന്നു. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ, നിങ്ങളുടെ പേരിട്ട് വിളിച്ചേക്ക്. എന്നെ ദൈവം പേര് പറഞ്ഞിങ്ങോട്ട് വിട്ടതാണ്, വളർത്താൻ. നമ്മൾ പഠിക്കുന്ന കുടുംബമല്ലേ. ഞാൻ ബൈബിളിൽ ബേസിൽ നിന്ന് എന്നെ കൊണ്ട് ഒക്കുന്നിടത്തോളം ഭംഗിയായി കൊണ്ടുവരാൻ പോവാം. ചില വീടുകളിൽ സഹോദരിമാരെ ആയിരിക്കും ദൈവം വിളിച്ചത്. നിങ്ങൾ പറ, എൻ്റെ പേരിനതാ, ആൻഡ് ഐ ആം ഓൺ ലീഡർഷിപ്പ്. അതിൻ്റെ അകം കുടുംബത്തിനകത്ത് ഭർത്താവ് കളിക്കണമെന്നല്ല ഭാര്യ, ഒരിക്കലും അരുത്. ഭർത്താവ് ഭർത്താവായിട്ടും ഭാര്യ ഭാര്യയായിട്ടും ഇരിക്കണം. ഒരു കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ പറഞ്ഞു, 90% വീടുകളിലും പ്രശ്നം വരാനുള്ള കാരണം ആദാമിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിനകത്ത് ഹവ്വ കയറി കൈയിട്ട് തന്നു. സഹോദരന്മാരൊന്ന് ശ്രദ്ധിച്ചോണേ, ഹവ്വയെ ഒറ്റ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടില്ല. തോട്ടം സൂക്ഷിപ്പാനും തോട്ടത്തിൽ ജോലി ചെയ്യുവാനും തോട്ടത്തിൻ്റെ കംപ്ലീറ്റ് അക്കൗണ്ടബിലിറ്റി ദൈവം ഏൽപ്പിച്ചത് ആദാമിനെയാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൈ കൊണ്ട് കൊടുത്തത് ഭയങ്കര ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ്. അത്രയും ചെയ്തു തീർക്കാൻ മനുഷ്യനായ ഈ എർത്തൻ ബോഡിയിൽ താമസിക്കുന്ന ആദമിനെ കൊണ്ട് ഒക്കാതെ വന്നതോടെ പറഞ്ഞു, നിനക്കൊരു തക്ക തുണ വേണം. കിട്ടിയതല്ല, കിട്ടിയതിനെ തന്ന ഐക്യമല്ല, തക്ക തുണ തരാം. അതൊരു തക്ക തുണയെ ഉണ്ടാക്കി ദൈവം കൊടുത്തു. തുണയുടെ ജോലി സഹോദരനെ സഹായിക്കുക.
ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഇന്ന് ഒരുപാടിടങ്ങളിൽ കുടുംബ പ്രശ്നത്തിൻ്റെ കാരണം തൻ്റെ മേലുള്ള കോളിങ് എന്തുവാ വട്ടിക്കോൾ ഗിഫ്റ്റിങ് എന്തുവാന്ന് പുരുഷന്മാർക്ക് വിവരമില്ലാതെ പോയതാണ്. മനസ്സിലാകുന്നുണ്ടോ? പുരുഷനെ എന്തിനു വേണ്ടി വിളിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ ഗിഫ്റ്റിങ് എന്തുവാന്നും അദ്ദേഹത്തിന് അറിയാൻ വയ്യാതെ പോയത് കൊണ്ടാണ് ഈ കണ്ട ഗുൽഫാണ്ടി എല്ലാം ഉണ്ടായത്. അല്ലെങ്കിൽ ഇത് വരത്തില്ലായിരുന്നു. വേറെ ചിലയിടത്ത് ഭർത്താവിനെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാകില്ലെന്ന് പറഞ്ഞ അമ്മ കയറിയതാണ്. അമ്മച്ചി കയറി ഭരിച്ചതാണ് സാത്താനെ അകത്ത് കയറ്റിയത്, സർപ്പത്തെ അകത്ത് കയറ്റിയത്. ഇതുപോലെ ചില പരിപാടികളുണ്ട്. അവനവനെ ഏൽപ്പിച്ച ജോലിയിൽ വിശ്വസ്തയോടെ നിൽക്കൂ, കർത്താവ് നിങ്ങളെ യോഗ്യമായി നടത്തും. ലീഡറുടെ പേര് ജോസഫ് എന്നായിരുന്നു. മെത്തേഡ് മൾട്ടിപ്ലൈ ഇൻ നമ്പർ ആൻഡ് ഇൻ മെറ്റീരിയൽ. മിസ്രൈമിൽ എത്തുന്നത് വരെ മെറ്റീരിയലി വർദ്ധിപ്പിച്ചില്ല, നിങ്ങളെ ഗൾഫിൽ കൊണ്ടുവന്നത്. ഞാനിന്ന് പ്രായോഗിക ഭാഷയിലേക്ക് മാറുക. നിങ്ങളെ അംഗസംഖ്യയിൽ വർദ്ധിപ്പിക്കുവാനും മെറ്റീരിയലിൽ വർദ്ധിപ്പിക്കാനുമാണ്. ഇത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണെന്ന് മറക്കരുത്. ചിലർ പറയാറുണ്ട് ഭൗതിക നന്മയെക്കുറിച്ച് പ്രസംഗിക്കരുതെന്ന്. അങ്ങനെയാണ് വേദപുസ്തകം വലിച്ചു കീറേണ്ടി വരും. ഭൗതിക നന്മയെക്കുറിച്ച് പ്രസംഗിക്കാത്ത ഒരു വേദപുസ്തകമില്ല. ഒരിക്കൽ പ്രധാനപ്പെട്ട ഒരു സുവിശേഷകൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എം എ വർഗീസ് ഒത്തിരി പ്രോസ്പെരിറ്റി പറയുന്നുണ്ടെന്ന് കേൾക്കുന്നു, ശരിയാകുന്നില്ല, അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കണം. ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ അങ്ങനെ ഇരിക്കട്ടെ, പാസ്റ്ററല്ല, ഓക്കെ ഞാൻ തുറന്നു പറയാം. ഡോക്ടർ കെ മുരളി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ അടുക്കൽ ഒരു രോഗി വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനു പ്രാർത്ഥിക്കും? ചാകാൻ പ്രാർത്ഥിക്കണോ, സുഖമാകാൻ പ്രാർത്ഥിക്കണോ? അല്ല, അത് ശരിയാ. എൻ്റെ അടുക്കൽ ഒരു സ്റ്റുഡൻറ്റ് വന്നു, കഴിഞ്ഞ കൊല്ലം തോറ്റുപോയി, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവൻ അടുത്ത കൊല്ലം തോക്കാൻ പ്രാർത്ഥിക്കണോ, ജയിക്കാൻ പ്രാർത്ഥിക്കണോ? അല്ല, അതും ശരിയാ. ഞാൻ പറഞ്ഞാൽ എന്നെ ഈ പ്രോസ്പെരിറ്റി എന്ന് വിളിക്കുന്നത്. അതാ ബൈബിൾ. യോങ് ചോ പറയുന്നൊരു പദമുണ്ട്, പ്ലെൻറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ആർ ദ സൈൻസ് ഓഫ് ബ്ലെസ്സിങ്സ്. പോവർട്ടി ആൻഡ് സ്കേഴ്സിറ്റി ആർ ദ സൈൻസ് ഓഫ് കേഴ്സ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് അംഗസംഖ്യയിലും മെറ്റീരിയലിലും വർദ്ധിച്ചു വരിക. പക്ഷെ ദൈവത്തിന് വിരോധമായി പോകരുത്, ആ കാര്യം ശ്രദ്ധിച്ചോണം. ദൈവത്തിന് വിരോധമായി പോകരുത്, ആൻഡ് ഹി വിൽ മൾട്ടിപ്ലൈ അസ്. ഇനി റിഡംഷൻ ഫ്രം ഈജിപ്റ്റ്. ദൈവം മിസ്രൈമിൽ നിന്ന് ജനത്തെ വിടിവിക്കുക. പർപ്പസ് ടു ഫോം എ നേഷൻ ആൻഡ് വർഷിപ്പ് ഇൻ ഷാഡോ ഓഫ് ഹെവൻ. സ്വർഗത്തിൻ്റെ മാതൃകയായതിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു സമൂഹമായി, ഒരു രാജ്യമായി വേർതിരിവേണ്ടതിനാണ്. ദാറ്റ് ഇസ് ദ പർപ്പസ് വൈ ദേ ആർ ഡെലിവേർഡ് ഫ്രം ഈജിപ്റ്റ്. നിങ്ങളത് ഇവിടുന്ന് കൊണ്ടുപോകും, നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകും. ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടുന്ന് കൊണ്ടുപോകും. എന്തിനാണ് നിങ്ങളിവിടെ വിട്ടത്? വർദ്ധിച്ചു വരികയാണ്. കർത്താവ് തിരികെ നിങ്ങൾക്കൊരവസരം തരുമ്പോൾ വർദ്ധിച്ചിരിക്കണം, അത് മറക്കരുത്. ആൻഡ് വൈ യു ആർ ടേക്കൻ ബാക്ക് ടു ഫോം എ ഷാഡോ ഓഫ് ഹെവൻ. പുതിയ നിയമസഭയുടെ മാതൃകയായി പഴയ നിയമസഭ പോകുവാൻ, അതേസമയം സ്വർഗീയമായതിൻ്റെ ദൃഷ്ടാന്തത്തിലും മാതൃകയിലും അവർ ദൈവത്തെ സേവിക്കുവാൻ ആ ദൈവം ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. ദ പർപ്പസ് വാസ് ടു ഫോം എ നേഷൻ അക്കോർഡിംഗ് ടു ദ സ്റ്റൈൽ ഓഫ് ഗോഡ്. ദൈവിക മാന്യതയിൽ സൃഷ്ടിക്കാൻ. അവിടെയാണ് മോശ മുഖേന കൽപ്പനയൊക്കെ കൊടുക്കുന്നത്. അതുവരെ ഒരു കൽപ്പനയും കൊടുത്തിട്ടില്ല. ഞാൻ ഇതിന് വേറെ ഒത്തിരി കാരണങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടെല്ലാം പോകുന്നില്ല. ഈ വേദപുസ്തകം പഠിച്ചു വന്നാൽ വളരെ ഭക്തരായ പലർക്കും ദൈവം ഒരു വാക്കുപോലും എഴുതി കൊടുത്തിട്ടില്ല. ദൈവം ഏറ്റവും സ്നേഹിച്ചതിലൊരാളാണ് ആയിരുന്നല്ല, അബ്രഹാം അല്ലേ? ഒരു വാക്യത്തിൻ്റെ ഒരു അറ്റം അബ്രഹാമിൻ്റെ എഴുതി കൊടുത്തിട്ടില്ല. അതെന്നാ? ആ കൊടുക്കാൻ ഒക്കുകയില്ലാത്ത ചില കാര്യങ്ങൾ അബ്രഹാമിലുണ്ടായിരുന്നു. ബലഹീനതയില്ലാത്തവരാരുമില്ല. അബ്രഹാമിൻ്റെ മോൻ്റെ കല്യാണം നടത്തിയപ്പോൾ മൂക്കുട്ടിയിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ. ആ പുള്ളിയുടെ ആ ദൈവം വചനം എഴുതി കൊടുക്കുക. ഒത്തിരി ഉണ്ട് തിരിഞ്ഞും മറിഞ്ഞും നോക്കിയാൽ. എന്നാൽ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ ഉപയോഗിച്ചു. മോശയുടെ കാലമായപ്പോൾ കാര്യം മാറി. ദൈവം മോശയോട് പറഞ്ഞ്, എഴുതു മോശേ, നിന്റെ കൂട്ടത്തിൽ ഒരുത്തൻ ശരീരത്തിൽ ടാറ്റു അടിക്കരുത്. ലേവ്യർ 19 നിന്റെ കൂട്ടത്തിൽ ഒരുത്തൻ ശരീരത്തെ പച്ച കുത്തരുത്, ടാറ്റു അടിക്കരുത്, കളർ തേക്കരുത്. നിന്റെ കൂട്ടത്തിൽ ഒരുത്തൻ ശരീരം പിയേഴ്സ് ചെയ്യരുത്, ശരീരത്തെ മുറിവേൽപ്പിക്കരുത്. ഇതെല്ലാം ജാതികളുടെയാ. വിട്ടുമാറ്, ഞാൻ നിന്നെ ഒരു സ്വതന്ത്ര നേഷനാക്കി, നിന്റെ കയ്യിൽ വചനം തരാം. ഇത് എഴുതിത്തരണമെങ്കിൽ അതിന് ചില യോഗ്യതകളൊക്കെ വേണം. ആ യോഗ്യതയിൽ വന്നത് മോശയുടെ കാലത്താണ്. സ്റ്റൈൽ ഫാമിലി ആയിട്ട് വന്നു. പുറപ്പാട് പുസ്തകം 12:3 കുടുംബമായി വേർതിരിയണം. ഒറ്റയ്ക്കൊരു വ്യക്തിയല്ല ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ച, കുടുംബമായി. കുടുംബത്തിൽ ഒരാട്ടിൻകുട്ടി അറുക്കപ്പെടണം. ഓരോ കുടുംബവും പെസഹ ആചരിക്കണം.
എൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തെങ്കിൽ എൻ്റെ മെത്തേഡ് കുടുംബമായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുമ്പോഴും എൻ്റെ പർപ്പസ് കുടുംബമാണ്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പ്രൊജക്റ്റിലും കുടുംബമാണ്. അതുകൊണ്ടാണ് ഇന്ന് ആ വിഷയം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കൃപ ലഭിച്ചതും കൃത്യം പോലെ എന്നെ ഇവിടെ പറഞ്ഞു വിട്ടതും. എൻ്റെ ആരോഗ്യ കൂടുതൽ കൊണ്ടല്ല, ദൈവം എനിക്ക് തന്ന ഓരോ അവസരവും ഉപയോഗിക്കുക. ലീഡറുടെ പേര് നെയിം ഹീബ്രൂസ്. ഈ എബ്രായർ എന്നുള്ള പേരെങ്ങനെ വന്നതെന്നറിയാമോ? അബ്രഹാം സ്വന്തം ദേശത്തു നിന്ന് ഇറങ്ങി തിരിച്ചു. പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അങ്ങനെ അബ്രഹാം അവിടുന്ന് ഇറങ്ങി തിരിച്ചു. സ്വന്തം ദേശത്ത് പാർക്കാതെ അന്യദേശത്ത് പോയി പാർക്കുന്ന, നിങ്ങളുടെ എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല, കേരളത്തിൽ താമസിക്കാതെ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഞാൻ സ്വന്തം ദേശം വിട്ട് അന്യദേശത്ത് പാർക്കുക. എന്നെ അക്കാലങ്ങളിൽ വിളിച്ചിരുന്ന പേരാണ് എബ്രായൻ. ഇന്നത്തെ സാധാരണ മലയാളത്തിലോട്ട് പോയാൽ വരത്തൻ, വന്നു പാർക്കുന്നവൻ, കിടക്കാടമില്ലാത്തവൻ, ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. എബ്രായൻ എന്ന് കണ്ടു നിന്നവർ വിളിച്ചു. അന്നൊരു നിയമമുണ്ടായിരുന്നു, മനുഷ്യൻ നദി കടക്കരുത്, ജനിച്ച കരയെ തന്നെ ചാകണം. മർത്തോമായി ജനിച്ചാൽ മർത്തോമായി ചാകണം, നദി കടക്കരുത്. അത് പ്രമാണമാണ്. ഈ അടുത്ത കാലത്തൊക്കെ അത് ഒന്നുകൂടെ മാറി വെച്ച് പറഞ്ഞു, സമുദ്രം കടക്കരുത്. മഹാത്മാഗാന്ധി പഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിൽ പോയി. നാട്ടുകാരെല്ലാം കൂടെ എതിർത്തതറിയാമോ? കാളിവാനി കടന്നു. വടക്കേ ഇന്ത്യയിൽ അതിനെ കാളിവാനി എന്ന് വിളിക്കുന്നത്, സമുദ്രം. കാളിവാനി കടന്ന് ഇനി ഇവനെ അമ്പലത്തിൽ കയറ്റാൻ കൊള്ളുകയില്ല, കാര്യങ്ങൾക്കൊന്നും കൊള്ളുകയില്ല. കാളിവാനി കടന്നവൻ. അത് ഇക്കാലത്താ. അബ്രഹാമിൻ്റെ കാലത്ത് നദി കടക്കാൻ പറ്റത്തില്ല, ഉണ്ടായ തറയെ മരിച്ചോണം. ഇന്ന് പെന്തിക്കോസിൽ പോയാലും കൈ അടിച്ചാലും വിരോധമില്ല. പണ്ടങ്ങനൊന്നും അല്ലായിരുന്നു. അവിടെ തന്നെ അങ്ങോട്ട് തന്നെ ഇരുന്നേ പറ്റുള്ളൂ. ഇന്ന് ഇച്ചിരൂടെ വ്യത്യാസമായി. ഓക്കെ, അബ്രഹാമിൻ്റെ കാലത്ത് നദി കടക്കാൻ പാടില്ല. അന്നേരത്തെ തമ്പുരാൻ വിളിച്ചു വെച്ച് പറഞ്ഞ 2 നദി കടക്കണം, അവിടെ യൂഫ്രട്ടീസും ടൈഗ്രീസും പറ. നദി കടന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ആട് വിളിച്ചത് എബ്രായൻ. കാലത്തിൻ്റെ പോക്കിൽ അതൊരു അനുഗ്രഹിക്കപ്പെട്ട പേരായി. എബ്രായൻ എന്ന പേര് കിട്ടി ഇബ്രൂസ്. ലീഡറായി ദൈവം തിരഞ്ഞെടുത്തത് മോശയാണ്. മെത്തേഡ് പാസ് ഓവർ 12-ാമത്തെ അധ്യായം, പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം മുഴുവനും കുടുംബമായി വേർതിരിച്ചു. നമ്മൾ ഒത്തിരി ഗൗരവത്തിലോട്ടാണ് പോകുന്നത്. ദൈവം നിങ്ങളെ കാണുന്നത് ഒറ്റയ്ക്കല്ല, കുടുംബമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇച്ചിരിയുടെ വേഗത്തിൽ പോയിക്കോട്ടെ. സിലക്ഷൻ ഓഫ് സ്പോസ്, കൂട്ടാളിയെ എങ്ങനെ തിരഞ്ഞെടുക്കണം? ഏർലി ഹിസ്റ്ററിയിൽ ഇറ്റ് വാസ് സെൽഫ് ആൻഡ് പേരൻസ്. അവനവൻ്റെ ഇഷ്ടവും പേരൻസിൻ്റെ ബ്ലെസ്സിങ്ങും, അല്ലെ പേരൻസിൻ്റെ തിരഞ്ഞെടുപ്പും അവൻ്റെ ബ്ലെസ്സിങ്ങും, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകണം. ഒരു കൊച്ചനെ അറിയാതെ ഒരു പെൺകുച്ചിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റിയത് കളിപ്പീരായിപ്പോയി, യാക്കോബിനൊക്കെ പറ്റിയതാണ്. അവൻ അറിയാതെ വരാൻ പറ്റത്തില്ല, അവൻ്റെ പെർമിഷൻ ഇല്ലാതെയും പറ്റത്തില്ല. ഇവർ പേരൻസും കപ്പിളും കൂടെ ഒരുപോലെ അറിഞ്ഞുകൊണ്ട്. In Hebrew times, again it was self and parents. In today's India, self and parents. അങ്ങ് അതിക്രമം കാണിക്കുന്ന പല പിള്ളേരും ഉണ്ട്. അവരെ ഒരു ബ്രാക്കറ്റ് ഇട്ട് തള്ളി മാറ്റും. എന്നിട്ട് മാനമര്യാദയുള്ളവരുടെ കാര്യം പറയും. ഞങ്ങൾ പറയും ചിലരുടെ ഇന്നാരുടെ കല്യാണം നടന്നു, മറ്റേ പുള്ളി കല്യാണിച്ചു എന്ന്. ഞാനത് ആ ഭാഷയുടെ വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇന്നാരുടെ കല്യാണം നടന്നു, മറ്റേ പുള്ളി പോയി കല്യാണിച്ചു. ഇന്നും ഇന്ത്യയിൽ മാനമര്യാദയുള്ള സ്റ്റാറ്റസ് സൂക്ഷിക്കുന്നവരൊക്കെ ചെയ്യാറുള്ളത് സെൽഫ് ആൻഡ് പേരൻസ് ഇൻവോൾവ് ടുഗദർ. ഒരുപക്ഷെ ചർച്ചും ചേരും. ഐ ഡു ആസ്ക് ദം ഇഫ് ഇറ്റ് ഈസ് ഇൻ യുവർ ഓൺ ഡിസിഷൻ. വിവാഹത്തിന് വരുന്ന സമയത്ത് ഞാൻ പറയാറുള്ള ഒരു പ്രസ്താവനയുണ്ട്. ഞാൻ ഒത്തിരി കുറേ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറയാറുണ്ട്, സഭയുടെ അനുഗ്രഹത്തോടെ, മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ? ആണെങ്കിൽ മാത്രമേ കല്യാണം നടത്തുകയുള്ളൂ. നിങ്ങൾക്കും ഇതിനകത്തൊരു ഇഷ്ടം വേണം. അങ്ങനെ പേരൻസിൻ്റെയും ചർച്ചിൻ്റെയും അവനവൻ്റെയും അനുഗ്രഹത്തോടും സമ്മതത്തോടും കൂടാണ് നടക്കേണ്ടത്. വാട്ട് അബൌട്ട് സെലിബസി? ഇത് വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരാൾ ആഗ്രഹിക്കും. ആളിനെ ദൈവം തള്ളുമോ? ഇല്ല. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 19-ന്റെ 10, 11, 12 വാക്യങ്ങളിൽ യേശു പറയുന്നുണ്ട്, കൃപ ലഭിച്ചവർക്ക് മാത്രമേ സെലിബസി ഉള്ളൂ. എല്ലാവർക്കും അതില്ല, എനിക്കില്ല. അതിന് കൃപ ലഭിച്ചവർ മാത്രം. ചിലരുടെ മേൽ അതിനൊരു പ്രത്യേക വിളിയുണ്ട്.
ബിഷപ്പ് കല്യാണം കഴിക്കാത്ത തെറ്റാന്ന് പറയുന്നവരുണ്ട്. സിലോൺ പെന്തക്കോസ്ത് മിഷൻ വിവാഹം അനുവദിക്കത്തില്ല, തെറ്റാന്ന് പാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വിവാഹം അവർ വിലക്കുന്നു, അത് തെറ്റാന്ന് പറയുന്നവരുണ്ട്. വേദപുസ്തകത്തിൻ്റെ യഥാർത്ഥ പ്രൂഫ്, അതിന് പ്രത്യേകം കൃപ ലഭിച്ചവരുണ്ട്. അവർ അവിവാഹിതരായി തുടരട്ടെ. അല്ലാത്തവർ കുടുംബ വർധനവിന് വേണ്ടി വിവാഹം കഴിക്കണം. ക്ലിയർ ടീച്ചിങ് ആണ് ബൈബിളിൻ്റെ. ഒരുവന് വിവാഹം കഴിക്കാതെ ജീവിക്കണമെന്നാണ് താല്പര്യമെങ്കിൽ ഓക്കെ. പക്ഷേ യേശു പറഞ്ഞ വേറൊരു പദമുണ്ട്, എല്ലാ ഷണ്ണന്മാരും ഷണ്ണന്മാരല്ല. ഷണ്ണന്മാരായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച ഷണ്ണന്മാരുണ്ടോ വിവാഹം കഴിക്കത്തില്ല. വേറെ ചിലർ കൃപ ലഭിച്ചതിനാൽ ഷണ്ണന്മാരായവരുണ്ട്, ഞാൻ വിവാഹം കഴിക്കത്തില്ല, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുക. മൂന്നാമതൊരു വിഭാഗമുണ്ട്, മനുഷ്യർ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയവർ. ഞാൻ ഷണ്ണനായി ജീവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത പ്രൊമോഷനുള്ളൂ, ബിഷപ്പ് ആകത്തുള്ളൂ. അത് മനുഷ്യൻ കൊണ്ടുവന്ന അടുത്ത പ്രൊമോഷന് വേണ്ടി എൻ്റെ മേലുള്ള വിളി അതാ, മോസ്റ്റ് വെൽക്കം യു ലീവ്. മനുഷ്യർ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി ഷണ്ണന്മാരുടെ കയ്യിൽ നിന്ന് ബലഹീനതകൾ വളരെ വരും. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലും അതിൻ്റെ പല വാക്യങ്ങളിലും ഗിഫ്റ്റ് ഓഫ് സെലിബസി, ഒറ്റയ്ക്ക് താമസിക്കാൻ കൃപാവരമുള്ളവർ അത് ചെയ്യണം, അല്ലാത്തവർ വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കാതെ ഇരുന്നാൽ ഈ പ്രത്യേക വിളിയും നിയോഗവും ഇല്ലെങ്കിൽ അഴലാനിടയാകും, ഉഴലാനിടയാകും. അത് വരാതെ ഭാവിയിൽ പാപം ചെയ്യാതെ വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറുകയാണ്. ദ പ്രോബ്ലം ഓഫ് സെലിബസി ഞാൻ പറഞ്ഞത് തന്നെയാണ്, അതിൽ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഭാവിയിൽ അവർക്ക് പ്രശ്നമുണ്ടാകും. ഇതിനിടയ്ക്ക് പൗലോസ് എടുക്കുന്ന ഒരു പ്രത്യേക കേസ് ഞാൻ പറയാം. ക്രിസ്ത്യഗോളത്തിൽ ആദ്യമേ ഇറങ്ങിത്തിരിക്കുന്നവർ, ആ ആരംഭ ശൂരത്വത്തിൽ ഞാൻ കല്യാണം കഴിക്കത്തില്ലെന്നൊക്കെ തീരുമാനിക്കുന്നവരുണ്ട്. ബഥേലിൻ്റെ വളർച്ചയിൽ ആദ്യം മുതൽ ഞാൻ പറയാറുണ്ട്, പ്രത്യേകിച്ച് ഒരു ഉണർവ് നടക്കുന്ന കാലത്ത്, അന്നാണ് ഇതുപോലുള്ള തീരുമാനങ്ങളൊക്കെ കൂടുതൽ ഉയരുന്നത്. ആളുകൾ കയ്യിലുള്ള വാച്ച് വരെ ഒരു സ്വതരാഴ്ച ഇടും, ആയുസ് കല്യാണം കഴിക്കത്തില്ല എന്ന് പ്രതിഷ്ഠ എടുക്കും. അപ്പോൾ ഈ ഉണർവ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയും, ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കരുത്. 7 പ്രാവശ്യം ആലോചിച്ച് വെച്ച്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ 7 പ്രാവശ്യം ആലോചിച്ച് വെച്ച് ദൈവസന്നിധിയിൽ വെച്ച് ശോധന ചെയ്ത് ഡു ഐ ഹാവ് എ കോളിംഗ് എന്ന് ദൈവസന്നിധിയിൽ ഉറപ്പ് വരുത്തി വെച്ചാൽ തീരുമാനം എടുക്കാവൂ. പൗലോസ് പറഞ്ഞു, യങ്സ്റ്റേഴ്സായ കന്യകമാർ മുന്നോട്ട് വന്നാൽ, അല്ലെ വിവാഹം കഴിഞ്ഞ ശേഷം ചെറിയ പ്രായത്തിലെ തന്നെ വിധവമാരായ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ചതോ ആയ ആളുകൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതിൽ തെറ്റില്ലെങ്കിലും അവരെ വിവാഹത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കാം. ഒരു ഭയങ്കര ടീച്ചിങ്ങാണ്. അവരെ വിവാഹത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കാം. കാര്യം ഇന്നൊരു തീരുമാനം എടുത്ത് വിവാഹം കഴിക്കത്തില്ലെന്ന് പൗലോസ് പറയുന്ന അടുത്ത പദം അറിയാമോ? അവർ നാളെ തിന്നു പൊളയ്ക്കുമ്പോൾ, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വ്യത്യാസം വരുമ്പോൾ വിവാഹം കഴിക്കണമെന്ന് ഓർക്കും, അന്ന് പോയി കല്യാണിക്കുകയും ചെയ്യും. പക്ഷേ ആദിമ തീരുമാനം ലംഘിച്ചതിനാൽ അവർ നരകത്തിൽ പോകും. ഇത് മനസ്സിലാകുന്നുണ്ടോ? ആദിമ പ്രതിഷ്ഠ ഇതായിരുന്നു, വിവാഹം കഴിക്കത്തില്ലെന്നായിരുന്നു. അത് തെറ്റിച്ചതിനാൽ അവർ നരകത്തിൽ പോകും. അത് വരാതിരിക്കുവാൻ അങ്ങനെയുള്ളവരെ, ചെറുപ്പക്കാരികളെ വിവാഹത്തിന് നിർബന്ധിക്കാൻ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ. 1 കൊരിന്ത്യർ 7:1 സെൽഫ് കൺട്രോൾ ഉള്ളവൻ മാത്രം ആ കൃപാവരം ദൈവത്തെങ്കിൽ എന്ന് ഏറ്റെടുക്കണം. മാരേജ് വിത്ത് അൺബിലീവേഴ്സ്, കുടുംബത്തിൻ്റെ അടുത്ത പ്രശ്നം അതാ, മാരേജ് വിത്ത് അൺബിലീവേഴ്സ്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഇണയില്ല പിണ കൂടരുത്. അല്ല, അവൾ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിലും വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, നാളെ എങ്ങനെ രക്ഷിക്കപ്പെട്ടോളും. അവൻ വിദ്യാഭ്യാസമുള്ളവനല്ലെങ്കിലും, അവൻ സ്നാനപ്പെട്ടതല്ലെങ്കിലും വിദ്യാഭ്യാസമുള്ളതാണ്, നാളെ എങ്ങനെ സ്നാനപ്പെട്ടോളും. മോനെ, ദൈവത്തിനൊരു കൺസെഷനും കൊടുക്കണ്ട. ദൈവം പറഞ്ഞതാണ്. അൺഅമിക്കബിളി യോക്ഡ്, അയോഗ്യമായ വിവാഹ ജീവിതം അവിശ്വാസിയും വിശ്വാസിയും ഇണയില്ല പിണ കൂടരുത്. അത് ദാറ്റ് മാരേജ് ഈസ് നോട്ട് ബ്ലെസ്ഡ്, അത് അനുഗ്രഹിക്കപ്പെട്ടതല്ല. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ആത്മാർത്ഥമായി ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച യഥാർത്ഥ വിശ്വാസികൾ മാതാപിതാക്കളുടെ നിർബന്ധത്താലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താലും അല്ല പിന്മാറ്റത്തിൽ പോയതിനാൽ അവിശ്വാസി വിവാഹിതരാകുന്ന കണ്ടിട്ടുണ്ട്. മിനിമം 100 എക്സാമ്പിൾ എൻ്റെ ഈ 66 വർഷത്തെ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ശേഷം 66 വർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. 1% അതിനകത്ത് യോഗ്യമായി ജീവിക്കുന്നവരില്ല.
ഐ റിപ്പീറ്റ്, കാര്യം ഇത് ഇത്രയും തറവായിട്ട് എടുത്ത് പഠിച്ചു വെച്ചാൽ ഞാനൊരു പൊതുസ്ഥലത്ത് ഇൻ്റർനെറ്റിൻ്റെ മുമ്പിൽ ഇത് പറയുന്നത്. യോഗ്യമായി കർത്താവിനെ അംഗീകരിക്കുകയും വിശ്വസിച്ച് സ്നാനമേൽക്കുകയും ചെയ്ത ശേഷം ഒരവിശ്വാസിയുമായി ഇണയില്ലാപ്പിണ കൂടിയ ഒരു കുടുംബത്തെ എടുത്ത് പഠിച്ചാൽ 1% യോഗ്യമായി ജീവിതം അവസാനിപ്പിച്ചവരില്ല. അതിനു മുമ്പേ ഭയങ്കര പ്രതികൂലങ്ങൾ വന്നിരിക്കും. കാര്യം അവർ ദൈവകൽപ്പനയെ ലംഘിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറയുന്നൊരു പ്രസ്താവനയുണ്ട്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഐ എം സോറി, ആദം പറയുന്ന പദമാണ്. ദൈവം മുമ്പിൽ ആദം പറയുന്ന ഒരു പദമാണ് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അട്ടെ, ഞാൻ ആദമിനോട് തിരിച്ചൊരു ചോദ്യം ചെയ്യട്ടെ. അപ്പച്ചാ, അങ്ങേക്ക് അപ്പനുമില്ല അമ്മയുമില്ല, അങ്ങേ അപ്പൻ്റെ അമ്മയുടെ കാര്യം എന്നാ വെച്ചാൽ പറയുന്നത്? അങ്ങേ ദൈവം സൃഷ്ടിച്ചതാണ്. അങ്ങേക്ക് അപ്പനെക്കുറിച്ച് എന്നെ അറിയാം, അമ്മയെക്കുറിച്ച് എന്നെ അറിയാം. മനുഷ്യൻ, ആ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അങ്ങേക്ക് തന്നെ അറിയാം. ആദമിന് പറയാനുള്ളത്, സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇരുവരെ ഒരുമിച്ച് ചേർത്തപ്പോൾ പ്രമാണം തന്നെ അകത്ത് കയറി. പ്രമാണം തന്നെ അകത്ത് കയറി. ദൈവം യോഗ്യമായ ഒരു കുടുംബത്തെ യോജിപ്പിക്കുന്നെങ്കിൽ പ്രമാണം തന്നെ അകത്ത് കയറും. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പല പ്രാവശ്യം മുഷിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അന്യോന്യം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെയല്ല, എൻ്റെ ഭാര്യയും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ അടുത്ത റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞിട്ടില്ല. നിന്നെ ഈ വീട്ടിൽ വേണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. കാര്യം കല്യാണം കഴിച്ചപ്പോഴേ പിടി കിട്ടി ഒരുമിച്ചൊരായുസ് ജീവിക്കാനാണ് പരിപാടി. ഈ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ അകത്ത് വിവാഹത്തോടെ കയറും. ദൈവസാന്നിധ്യത്തിലാണ് വിവാഹം നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് വെരി ട്രമെൻഡസ്. ദൈവസാന്നിധ്യത്തിലാണ് വിവാഹം നടക്കേണ്ടതെങ്കിൽ വിവാഹിതർക്ക് ആവശ്യമുള്ള ഒരു അനുഗ്രഹം അവിടെ തന്നെ ദൈവം കൊടുത്തിരിക്കും. അതുകൊണ്ട് വിവാഹം ഒരു യോഗ്യമായ സഭയിൽ വെച്ച് യോഗ്യനായ ഒരു അഭിഷിക്തൻ്റെ കൈക്കീഴിൽ വേണം എന്നൊക്കെ പറയുന്നത്. എൻ്റെ 2 കുഞ്ഞുങ്ങൾ വിവാഹിതരായി. മൂത്തയാളിൻ്റെ വിവാഹം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, കഴിവുള്ളവരും അറിവുള്ളവരും ദൈവത്തിൻ്റെ കരുണയാൽ അസംബ്ലീസ് ഓഫ് ഗോഡിൽ നമുക്ക് ഒത്തിരി പേരുണ്ട്. ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡില്ല. അസംബ്ലീസ് ഓഫ് ഗോഡിൽ നമുക്ക് ഒത്തിരി പേരുണ്ട്. പക്ഷെ പലതിൻ്റെയും പ്രൈവറ്റ് ലൈഫ് നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്. വലിയ പേരില്ല, വലിയ പെരുമയില്ല, ബട്ട് ഈ സിൻസിയർ ബിഫോർ ഗോഡ്. പാസ്റ്റർ PS ഫിലിപ്പ. അതുകൊണ്ട് ഞാൻ PS ഫിലിപ്പിനെ വിളിക്കാം, നിൻ്റെ വിവാഹം അദ്ദേഹം നടത്തട്ടെ. എടാ, അയോഗ്യമായി ജീവിച്ച ഒരുത്തൻ്റെ കൈ കൊണ്ട് എൻ്റെ മോൻ്റെയും കല്യാണം കഴിക്കാൻ പോകുന്ന മോടെയും കയ്യെ തൊടുന്നത് ശരിയാകില്ല. ഒരു യഥാർത്ഥ അഭിഷിക്തൻ ദൈവസന്നിധിയിൽ വെച്ച് അനുഗ്രഹിച്ചാൽ ചിലതെല്ലാം നടക്കും. എൻ്റെ 2ാമത്തെ മകൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് സായിപ്പിനെ കൊണ്ട് നടത്തിക്കണമെന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു. കാര്യം അവൻ ഇംഗ്ലീഷ് ചർച്ചുമാണ്, ദൈവകൃപയാൽ വളർന്നതു. അന്ന് ഞാൻ പറഞ്ഞ, മോനെ, ശരിയാകില്ല. സായിപ്പിൻ്റെയും മദാമ്മയുടെയും ജീവിതശൈലി ക്രിസ്തീയമല്ല. പലരുടെയും, എല്ലാത്തിൻ്റെയും അല്ല, പലരുടെയും ക്രിസ്തീയമല്ല. വലിയ പേരൊക്കെ കാണും. അപ്പോൾ അവനോട് ചോദിച്ചു, ഡാഡി, ഡി മോഹൻ പാസ്റ്റർ എങ്ങനെയുണ്ട്? ഇന്ത്യയുടെ സൂപ്രണ്ടാണ് അദ്ദേഹം. ഡി മോഹൻ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞൊരു തനി ദൈവ വൈതല ഞാൻ വിളിച്ചു തരാം. അവൻ പറഞ്ഞില്ല, ഡി മോഹൻ പാസ്റ്ററുടെ മോനെ എനിക്കറിയാം, ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. ഞാൻ അവനെ വിളിച്ച് അവൻ്റെ അപ്പനെ എന്നാ ഫ്രീ എന്ന് ചോദിച്ച ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യാം. പിന്നെ അദ്ദേഹത്തെ വിളിച്ചാൽ മതി, അദ്ദേഹം വരും. നമുക്ക് ഡി മോഹൻ ആയാൽ എന്നെ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം, ആ വിവാഹ സമയത്തെ അനുഗ്രഹത്തിൽ ഒരുപാട് ദൈവകൃപ കൂടെ കയറും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മുടെ വിവാഹം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്തോണം. ഞാൻ വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് ദൈവസാന്നിധ്യം കൊണ്ട് അന്തരീക്ഷം ചാർജപ്പാകാൻ വേണ്ടി ശ്രമിക്കും. ഒരു വാക്യം വായിച്ചു, ഒത്തിരി 2 വാക്യം വായിച്ചു, 4 വാക്യം വായിച്ചു. എൻ്റെ അന്തരീക്ഷം ദൈവസാന്നിധ്യത്താൽ മുഖരിതമായി എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ മെസ്സേജ് അവിടെ നിർത്തിയേച്ച് പിള്ളേരുടെ കൈ പിടിപ്പിക്കും. കാര്യം ആ സാന്നിധ്യമാണ് നമ്മളെ ഒരുമിച്ച് വളർത്തേണ്ടത്. ഓക്കെ, മാരേജ് വിത്ത് അൺബിലീവേഴ്സ് 2 ഇതേ കാര്യം തന്നെയാണ്. ഞാനങ്ങ് മുന്നോട്ട് പോകാം. അവിശ്വാസികളുമായി അരുത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ദേ ഷാൽ നോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം അവകാശമാക്കാത്ത ഒരു കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്തൊന്നാണ് ദുർനടപ്പ്, വ്യഭിചാരം, ദുർനടപ്പ്. ഈ വകക്കാർ ദൈവരാജ്യം
അവകാശമാക്കുകയില്ല. ഒരാളുടെ ജീവിതത്തിലൊരു അബദ്ധം പറ്റിപ്പോയി ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ ക്ഷമിക്കത്തില്ല, ക്ഷമിക്കും. ബട്ട് ദേ ലൂസ് ദ ഇനിഷ്യൽ എസ്റ്റേറ്റ്. ആ പദത്തിൻ്റെ അർത്ഥം എത്രയും മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. ഒരു കൂട്ടം ദൂതന്മാരെക്കുറിച്ച്, നോഹയുടെ കാലത്ത് സംഭവിച്ച സംഭവത്തെ തുടർന്ന് ഒരു കൂട്ടം ദൂതന്മാരെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, ദോസ് ഏഞ്ചൽസ് ഹൂ ലോസ് ദെയർ ഫസ്റ്റ് എസ്റ്റേറ്റ്. അവരെ വിളിച്ചിരുത്തി ആ സ്ഥാനത്ത് നിന്ന് വെമ്പിള്ളേരെ ഒന്ന് കാണാൻ ഇറങ്ങി വന്ന പുള്ളികൾ. തൊടാൻ വേണ്ടി ആയിരിക്കില്ല, കാണാൻ വന്ന കൂട്ടർ. ദേ ലോസ് ദെയർ ഇനീഷ്യൽ എസ്റ്റേറ്റ്. അതിനു വേണ്ടിയുള്ളതല്ല. ഞാനൊരു കമ്പനിയുടെ പ്രൊഡക്ഷൻ മാനേജരായിട്ട് 2.5 വർഷം ജോലി ചെയ്തു. എൻ്റെ കമ്പനിയിൽ ഞാൻ സാധാരണഗതിയിൽ ലേബേഴ്സ് ഇരിക്കുന്ന ടേബിളിൽ പോകാറില്ല. കുറച്ച് കഴിഞ്ഞ് എനിക്ക് പിടികിട്ടി, ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സിൽ ചിലർ കൂടുതൽ പെമ്പിള്ളേർ ജോലി ചെയ്യുന്ന സെക്ഷനിൽ പോയി ഒത്തിരി സമയം ഇരിക്കും. അതുകൊണ്ട് പ്രൊഡക്ഷൻ അങ്ങ് കുറയുകയും ചെയ്യും, ക്വാളിറ്റി അങ്ങ് ഇല്ലാതാകുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ റെഡ് ആൻഡ് പോയി ഇവന്മാരെ പിടിച്ച് വാൺ ചെയ്യണമെന്നൊക്കെ ഞാൻ ഓർത്തു. എൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി ഇവരുടെ വർക്ക് ടേബിളിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ അവരുടെ ലാബുകളിൽ പോകണമെന്ന് ഓർത്തപ്പോൾ എൻ്റെ അകത്ത് തമ്പുരാൻ വിലയ്ക്ക് ഒരു പദമാണ്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം ക്യാബിൻ വിട്ടുപോയ, അതെൻ്റെ ഭാഷയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്, സ്വന്തം ക്യാബിൻ വിട്ടുപോയ ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധകാരത്തിൻ്റെ ചങ്ങലയിട്ട് അഗാധത്തിൻ്റെ കീഴിൽ നിത്യന്യായ വിധിക്ക് വേണ്ടി സൂക്ഷിച്ചെങ്കിൽ വർഗീസേ പോകരുതാത്തടുത്ത് പോകണ്ട. നിനക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ, അന്നൊന്നും ക്ലോസ് ടെലിവിഷൻ ഇല്ല, നിനക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റേണ്ടതിനെ സ്ഥലം മാറ്റുക, സെക്ഷൻ മാറ്റേണ്ടതിനെ സെക്ഷൻ മാറ്റുക, എല്ലാവരെയും വിളിച്ച് കുറേ പൊതു ഉപദേശങ്ങൾ കൊടുക്കുക. അത് ചെയ്തതായ വർഗീസ്. ഇനിഷ്യൽ എസ്റ്റേറ്റ് നഷ്ടപ്പെടുത്തരുത്, അത് ശാപകരമായി മാറും. ഞാൻ അവിടുന്ന് എളുപ്പം അങ്ങ് മുന്നോട്ട് പോകാം. ദേ ഷാൽ നോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. കൊരിന്ത്യർ ലേഖനത്തിലതുണ്ട്, 2 കൊരിന്ത്യരിലതുണ്ട്, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലതുണ്ട്, വെളിപ്പാട് 21-ൽ, വെളിപ്പാട് 22-ൽ. ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ ഏതാണ്ട് 20 കൂട്ടം അയോഗ്യതകൾ പറയുന്നുണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല. ആ കൂട്ടത്തിൽ പെടുന്നതാണ് കുടുംബ ബന്ധങ്ങൾ. ഈ ദോഷമില്ലാതെ നമ്മെ പരിപാലിക്കും. യോഗ്യമായി യുണൈറ്റ് ചെയ്യപ്പെടുകയും ടു മൾട്ടിപ്ലൈ ആസ് എ ഫാമിലി, അത് ദൈവിക തത്വവുമാണ് എന്ന് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. എ ബാലൻസ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ക്രിയേഷൻ. എടുക്കാൻ ഒക്കത്തില്ല. മാരേജ് ഈസ് ഓണറബിൾ ഇൻ ഓൾ. എല്ലാറ്റിലും പ്രധാനപ്പെട്ടത് വിവാഹമാണ്. മലയാള വേദപുസ്തകത്തിൽ വിവാഹം എല്ലാവർക്കും മാന്യമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് തർജ്ജിമ പെശക, സിമ്പിൾ തർജ്ജിമ പെശക. എബ്രായ ലേഖനം 13:4 കിങ് ജെയിംസ് വേർഷൻ ബൈബിളിൽ എഴുതിയിരിക്കുന്ന, കിങ് ജെയിംസിലല്ല എല്ലാ ബൈബിളിലും എഴുതിയിരിക്കുന്നത്, മാരേജ് ഈസ് ഓണറബിൾ ഇൻ ഓൾ. എല്ലാവർക്കുമെന്നല്ല, എല്ലാറ്റിലും മാന്യമേറിയ ശുശ്രൂഷ. അയ്യോ, തിരുവത്താഴത്തേക്കാൾ മാന്യതയുള്ളതാണോ വിവാഹം? ആന്ന് മോനെ. കാര്യം പല കോസസിൻ്റെ ബേസ് അതാ. കുടുംബം ദൈവത്തിന് ഭയങ്കര പ്രത്യേകതയുള്ളതാണ്. കോസസ് അവിടെയാണ്. 1 കൊരിന്ത്യർ 7. ഞാൻ ആ ഭാഗങ്ങൾ എടുക്കുന്നില്ല, അങ്ങ് എളുപ്പം പോയേക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളും കൂടി ഒരുമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മലയാളിയായി എനിക്ക് പറയാവുന്നതിൻ്റെ പരമാവധി തുറന്ന ഭാഷയിൽ ഇത്രയും മാത്രം പറയാം. വിവാഹിതരായ സ്ത്രീകൾ തനിച്ചു പാർക്കാൻ ആഗ്രഹിക്കരുത്. പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടാകേണ്ടതിന് ഭർത്താവിനെ വിട്ടൊഴിയുന്നത് ഒഴിച്ചാൽ ഒരുമിച്ചിരിക്കണം. മാത്രമല്ല, സ്ത്രീയുടെ ശരീരത്തിൻ്റെ മേൽ അധികാരം പുരുഷനാണ്, സ്ത്രീക്കല്ല. പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഭാര്യ കാണാതെ കുറച്ചു നേരം ഇരിക്കാൻ ചിന്തിക്കരുത്. പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാതിരിക്കുവാൻ അല്പസമയത്തേക്ക് മാറിയ ശേഷം വീണ്ടും ഒരുമിച്ചിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് 1-1.5 മണിക്കൂറായിരിക്കും. അത് മാറിയിട്ട് ജോലിക്ക് പോകുന്നവരുടെ കാര്യമല്ല പറഞ്ഞ്, അത് നിങ്ങൾ ഒരുമിച്ച് പോകുന്നതിന് തുല്യമാണ്. ഗൾഫിൽ ഒരാൾ താമസിച്ചുകൊണ്ട് ഒരാൾ കേരളത്തിൽ താമസിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരേ സ്ഥലത്തിരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുക. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് അല്പസമയം ഒഴിച്ചാലും ബാക്കി സമയം അവർ ഒരുമിച്ചിരിക്കണം. 2-ാം ഭാഗം, പുരുഷൻ്റെ ശരീരത്തിൻ്റെ മേൽ അവനല്ല തൻ്റെ ഭാര്യയ്ക്കാണ് അവകാശം. ഇത്രയൊക്കെ ഓർക്കുമെങ്കിൽ എനിക്കൊന്ന് 90% കുടുംബജീവിതങ്ങൾ വളരെ ഫലവത്തായിരിക്കും.
എനിക്കൊരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. അതിനിടയ്ക്ക് ഒത്തിരി ഉണ്ട്. ഇവാഞ്ചലൈസേഷൻ നമ്മുടെ പ്രോജക്റ്റാണ്. കുടുംബത്തെ ദൈവം കണ്ടത് ഇവാഞ്ചലൈസേഷന് വേണ്ടിയാണ്. ദൈവം അയച്ചതും ഈരണ്ടാണ് അയച്ചത്. ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് കിട്ടുമെങ്കിൽ എത്രയോ നല്ലത്. ഇവാഞ്ചലൈസേഷൻ നമ്മുടെ കടമയാണ്. കണ്ടീഷൻസ് ഓഫ് മാരേജ് ഞാൻ പറഞ്ഞു. കണ്ടീഷൻസ് ഓഫ് മാരേജ് ഇതിങ്ങനെ അങ്ങ് തുടരുക, ഒരുപാടുണ്ട്. റൈറ്റ്സ് ഓൺ ദ ബോഡി, അന്യോന്യം ശരീരത്തിൻ്റെ മേൽ അവകാശമുണ്ട്. എൻ്റെ ഈ പ്രായത്തിൽ അത്രയൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അതിൽ കൂടുതൽ പറയുന്നത് ശരിയാകില്ല. ഡിഫറെൻറ്റ് വെറിഡിക്ട്സ്. പിശാച് 3 ലെവലിൽ നമ്മുടെ മേൽ പ്രവർത്തിക്കും. ഞാൻ ഭൂത ശുശ്രൂഷ ധാരാളം ചെയ്യുന്നയാളാണ്. പല ലക്ഷം ഭൂതങ്ങളെ വ്യക്തികളിൽ നിന്ന് പറഞ്ഞു വിടാൻ എനിക്ക് ഒത്തിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ലൂസിഫറിന് ഈ ഭൂമിയിൽ താമസിക്കാൻ ഒക്കത്തില്ല. കാര്യം ഈ കോസ്മോസിൽ നിന്ന് എടുത്ത ഒരു ശരീരമില്ലാതെ അവനിവിടെ താമസിക്കാൻ പറ്റുകയില്ല. അതിന് അവൻ ചെയ്യുന്ന പരിപാടി എന്നാണെന്നറിയാമോ? എൻ്റെ ശരീരത്തിനകത്ത് കയറാൻ നോക്കും. പണ്ടൊരിക്കൽ യേശുവിനോട് പറഞ്ഞായിരുന്നു, ഞങ്ങളെ ഈ മനുഷ്യനിൽ നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ, ലെഗിയോൻ ഇവനിൽ നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ ഒരു മണ്ണിൽ നിന്ന് എടുത്ത് ഒരു ശരീരം വേണം. ഏറ്റവും കുറഞ്ഞ പന്നി, ഏറ്റവും താണത പന്നി, അതിനെയെങ്കിൽ എനിക്കൊരു ശരീരം വേണം. സാത്താൻ ഇവിടെ വസിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. നമ്മുടെ ശരീരം അതിന് വിട്ടുകൊടുക്കരുത്. വിച്ചസ്, മന്ത്രവാദികൾ, ആഭിചാരകന്മാർ മുതലായവർ അവരുടെ ശരീരം സാത്താൻ വിട്ടുകൊടുക്കും. നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഞാൻ ഇതിനിടയ്ക്ക് ചില എക്സാമ്പിൾസ് പറയുമ്പോൾ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി, നമ്മുടെ സമയമാകുന്നതെന്ന് എനിക്കറിയാം, എൻ്റെ ആരോഗ്യവുമായി ഒന്ന് തൊട്ടേക്കാം. പിശാച് എവിടെയെങ്കിലും കള്ളു കുടിച്ച് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് 78ാമത്തെ വയസ്സാണ്. ഇന്ന് വരെ പിശാച് ഉണ്ട് ഇന്നെ കള്ളുഷാപ്പിൽ കയറി കള്ളു കുടിച്ചു എന്ന് ഞാൻ കേട്ടിട്ടില്ല. പിശാച് കള്ളുകൂടി തുടങ്ങിയാൽ ഇവിടുത്തെ കുടിയൻ ഒരു തൊള്ളി കെട്ടുകയില്ല, മൊത്തം അവന് ഊറ്റി കുടിച്ചുകൊണ്ട് പോകും. അവൻ നിങ്ങളെക്കാളൊക്കെ കഴിവുള്ളവനാണ്. പിന്നെ പിശാചിന് കള്ളു കുടിക്കണമെന്ന് തോന്നുമ്പോൾ ചെയ്യുന്ന പണി അറിയാമോ? നേരെ എൻ്റെ അടുക്ക് വരും, അമ്മേ ഒരു ദിവസം നിൻ്റെ വായും വയറും കുറച്ച് നേരത്തേക്ക് ഒന്ന് വാടകയ്ക്ക് തരാമോ, ഇച്ചിരി കുടിക്കാനാ. പിന്നെ നീ പോയി സ്വോത്രമെന്ന് പറയടാ, എല്ലാം ക്ഷമിച്ചപ്പെട്ടു, ഗ്രേസ് എല്ലാം തീരും, നീ പോയി സ്വോത്രം പറഞ്ഞാൽ മതി. ഇപ്പം ഒന്ന് വിട്ടുക. പിശാച് എവിടെയെങ്കിലും സിഗരറ്റ് വിളിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? അവൻ വലിയ തുടങ്ങുകയായിരുന്നു. പിന്നെ ഒരു പുകവലിക്കാരൻ ഒരു കണിക കിട്ടുകയില്ലായിരുന്നു, അവൻ കൊണ്ടുപോകാൻ. അവന് പുക വലിക്കണമെന്ന് തോന്നുമ്പോൾ എൻ്റെ അടുക്ക് വരും, നിൻ്റെ ചുണ്ടൊന്ന് വിട്ടു തരാമോ, ഇച്ചിരി പുക വലിക്കാനാ. അത് രണ്ടോടെ നിൽക്കട്ടെ. പിശാച് ഏതെങ്കിലും പള്ളി കയറി വഴക്കുണ്ടാക്കി കേട്ടിട്ടുണ്ടോ? നോ. ആ ചർച്ചിൽ മെമ്പർഷിപ്പുള്ള ഒരാളിൻ്റെ അടുക്ക് ചെന്ന് പറയും, നിൻ്റെ കയ്യും നാക്കും ഒരു സ്വല്പം നേരത്തേക്ക് തരാം, ഇച്ചിരി വഴക്കുണ്ടാക്കാനാ. നീ പിന്നെ പോയി ഏറ്റു പറയടാകുവേ. സാത്താന് ഒരു ശരീരം വേണം, അത് എൻ്റെ ശരീരം വേണ്ടടാ. സാത്താന് 3 പ്രധാന ലെവൽസ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഒന്നാമത്തേതിനെ വിളിക്കും ഓപ്പറേഷൻ ലെവൽ. ടെംപ്ടേഷൻ കൊണ്ടുവരുന്നത് അവിടെ. ഇതത്രത്തൊന്ന് നോക്കണം, വേണ്ടാത്തൊരു പുസ്തകം ഒന്ന് വായിക്കണം, ഫോർബിഡനായ ഒരു വെബ്സൈറ്റ് ഒന്ന് കാണണം. പിള്ളേരോടൊക്കെ എന്നാ പറയാനാ? അല്ല, നിങ്ങളെല്ലാം പിള്ളേരാണ്. ഞാൻ അങ്ങും ഇഞ്ഞൊക്കെ 2-3 മൂത്ത തല കാണുന്നുണ്ട്, എന്നേക്കാൾ മൂത്തവരാണ്. അതൊഴിച്ചാൽ നമ്മളൊക്കെ ബാക്കിയൊക്കെ പിള്ളേരാണ്. ഈ ആയുസ്സിലും പ്രായത്തിലും ഈ സാഹചര്യത്തിലും വേണ്ടാത്ത പലതും കാണാനും കേൾക്കാനും ഒരു ടെംപ്ടേഷൻ നമ്മുടെ അകത്ത് കാണും. ഇവൻ്റെ പ്രവർത്തനത്തിൻ്റെ 1-ാം ഭാഗം ടെംപ്ടേഷൻ. ആ ടെംപ്ടേഷനിൽ ജയിക്കാതെ വന്നാലും തോറ്റുപോയാൽ അവൻ ഒപ്രഷൻ സ്റ്റേജിലേക്ക് മാറും, ഉപദ്രവിക്കും. ഇച്ചിരി കുടിച്ചില്ലെങ്കിൽ തലവേദന, ഇച്ചിരൂടെ കുടിച്ചില്ലെങ്കിൽ വയറ്റുവേദന. ഒപ്രസീവ് ലെവലിലോട്ട് മാറും. ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി ഷൗട്ട് ചെയ്തില്ലെങ്കിൽ, ആസ് എ ഹസ്ബൻഡ് എൻ്റെ വീട്ടിൽ ഇച്ചിരി ഷൗട്ട് ചെയ്തില്ലെങ്കിൽ ഭാര്യ പറഞ്ഞാൽ കേൾക്കുകയില്ല. അപ്പോൾ ഇച്ചിരി ഷൗട്ട് ചെയ്യണം. ഒപ്രഷൻ എനിക്ക് വേണ്ടിയിട്ടല്ല, പറഞ്ഞാൽ കേൾപ്പിക്കാനായിട്ടാണ്. എൻ്റെ ഭാര്യയ്ക്ക് തോന്നി ഞാനിങ്ങനെ മിണ്ടാതെ നടന്നാൽ പുള്ളി തലയിൽ കയറും. അപ്പോൾ ഇച്ചിരി ഒന്ന് ശബ്ദം ഉയർത്തണം. ദാറ്റ് ഇസ് എ ഓപ്പറേഷൻ ലെവൽ. അങ്ങോട്ട് പലതിലും ചിലർക്ക് നിൽക്കാത്ത തലവേദന, ചിലർക്ക് പഠിക്കാൻ പറ്റത്തില്ല, ചിലർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഉറക്കം വരുന്നില്ല, പല കാര്യം. ദേ ആർ കോൾഡ് ഓപ്പറേഷൻ ലെവൽ. ഒരു പൈശാചിക ശക്തിയെ ശാസിക്കുവാൻ ഏറ്റവും പ്രയാസമുള്ള രംഗം ഇതാണ്. കാര്യം ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൈവെക്കാൻ ഇവനങ്ങ് മാറി നിൽക്കും. ശാസന കഴിയുമ്പോൾ അവൻ തിരിച്ചെഞ്ഞ് വരും. ഓപ്പറേഷൻ ലെവലാണ് ഒരു പൈശാചിക ശക്തിയിൽ നിന്നുള്ള വിടുതലിന് ഏറ്റവും തടസ്സമുള്ള സമയം. 3-ാമത്തെ ലെവലിനെ പൊസഷൻ ലെവൽ എന്ന് വിളിക്കും.
എൻ്റെ അകത്തിതങ്ങ് ആവാഹിക്കും. ഈസിയസ്റ്റാണ് പറഞ്ഞു വിടാൻ. വെളിപ്പെടും, പേര് ചോദിച്ചാൽ പറയും, പറയാൻ പറഞ്ഞാൽ പറയും. ചിലർ പറഞ്ഞിട്ടുണ്ട് യേശു ശിഷ്യന്മാരും ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ അവരെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന്. അങ്ങനെ വാക്യമുണ്ട്, പക്ഷേ സംസാരിക്കാൻ അനുവദിച്ച വാക്യം അതിനേക്കാൾ കൂടുതൽ. നിൻ്റെ പേരെന്ത്? യേശു സംസാരിപ്പിക്കുകയായിരുന്നു ലഘുവൻ ബാധിച്ചവനെ കൊണ്ട്. നിങ്ങൾ എത്ര പേരാ? നിനക്ക് എന്നാ വേണം? ഇത് യേശു സംസാരിപ്പിക്കുകയായിരുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സംസാരിപ്പിക്കാതിരുന്നിട്ടുമുണ്ട്. അത് ശുശ്രൂഷ ചെയ്യുന്നവനും ദൈവം കൂടെ തീരുമാനിക്കും. വഴിയെ പോയവൻ എന്നെ അതിന് അഭിപ്രായം പറയുന്നു, അവനിതിനകത്ത് എന്നാ കാര്യം? ശുശ്രൂഷ ചെയ്യുന്നവനും ദൈവം കൂടെ തീരുമാനിക്കും ഏതൊക്കെ രംഗങ്ങളിലാണ്. ബാംഗ്ലൂരിലെ സഭ വളരുവാൻ പ്രധാന കാരണം ഭൂതശാന്തി ശുശ്രൂഷയാണ്. വേറൊരുത്തൻ ഇതിനെ സേവിക്കുന്നവൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ പേര് പറഞ്ഞത്. തറയെ കടന്ന് ഊരുണ്ട്, യേശുവിൻ്റെ പേര് പറയല്ലേ, അത് ദൈവമാണേ, ആ രക്തം എനിക്ക് വയ്യായേ, അത് വിശുദ്ധ രക്തമാണേ എന്ന് പറഞ്ഞ് അലറി ഉഴപ്പി പോകുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവൻ ഇത്ര ഉള്ളായിരുന്നോടാ എൻ്റെ ദൈവം എന്ന് ചോദിച്ച് രംഗത്ത് വന്നതാണ് ഞങ്ങളുടെ ആളുകളിൽ പകുതി കൂടുതൽ. 22,000 അംഗങ്ങൾ ഞങ്ങൾക്കുള്ളതിൽ ദൈവത്തിൻ്റെ കരുണയാൽ ഏതാണ്ട് 92% ഇപ്പോഴും, പണ്ട് 96% നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അതിൻ്റെ റീസൺ ഇതാ. ഇതൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. ചില മാന്ത്രിക ശക്തികൾ അതിൻ്റെ അനന്തരഫലങ്ങൾ ഭക്ഷിക്കുന്നവർ. നോക്കട്ടെ, ഇതൊരു വീഡിയോയാണ്. ഇത് കാണിക്കാൻ ഒക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശബ്ദം കിട്ടുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഞാനിതിനിടയ്ക്ക് ഒരു വാക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു. ഇത് എത്ര മിനിറ്റുണ്ട്? 6 മിനിറ്റുണ്ട്. ഇത് കഴിഞ്ഞാൽ ഞാൻ നിർത്തിയേക്കാം. ചില സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ കാണുമ്പോഴേ അലർജിക്കാം. പോകണം, ഒന്ന് ചിന്തിക്കും. ആക്ച്വലി ഇതൊന്ന് ക്ലാരിറ്റി കിട്ടാൻ ഏത് ലൈറ്റാണ് ഓഫ് ചെയ്യേണ്ടത്? ആ ലൈറ്റ് ഓഫ് ചെയ്താൽ, ബാക്കിയെല്ലാം ഓൺ ചെയ്തു, ഇതൊന്ന് ഓഫ് ചെയ്താൽ ഒത്തിരി കൂടെ ക്ലാരിറ്റി കിട്ടും. ഇതിനകത്ത് ഒരു ആഫ്രിക്കക്കാരൻ, എനിക്കത് അറിഞ്ഞുകൂടാ ആരാണെന്ന്. ഒരാഫ്രിക്കക്കാരൻ അതാ പ്രശ്നമുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വേണമായിരിക്കും അല്ലേ? യുവർ സെലക്ഷൻ, നിങ്ങളുടെ മീറ്റിംഗ്, നിങ്ങളുടെ സെലക്ഷൻ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിന്, ഇറ്റ്സ് എ ലാർജ് മീറ്റിംഗ്. ലാർജ് മീറ്റിങ്ങിൽ ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി വന്നു. ഈ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഭയങ്കര വൈരാഗ്യമാണ്, കണ്ടാൽ കൊല്ലാൻ വരും. ഈ ദൈവമനുഷ്യൻ ആ സ്ത്രീയെ വിളിച്ച് അവരിലുള്ള ഭൂതത്തെ ശാസിച്ചു. ആ ഭൂതം വിട്ടുപോകുന്നതിന് മുന്നമേ ഭർത്താവിനെ വിളിച്ചു വെച്ച്, ഇതാരാന്ന് വെച്ചു. എനിക്കറിയാൻ വയ്യ, ഇവൻ എൻ്റെ പുറകെ നടക്കുകയാണ്, എനിക്ക് വേറെ ഭർത്താവുണ്ട്, എനിക്കിവൻ്റെ ആവശ്യമില്ല, എനിക്കിവനെ വേണ്ട, ഇവൻ അഴുക്കാണ്, ഞാൻ അറിയത്തില്ല, നിങ്ങൾ വിവാഹിതരാണ്. അങ്ങനെ അവൻ പറയുന്നു, എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പെണ്ണ്, ആഫ്രിക്കക്കാരത്തിയാണ്. അവളുടെ തലയിൽ ഈ കർത്തൃദാസൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭൂതം ഇളകും. ഇളകി വിട്ടുപോയി കഴിയുമ്പോൾ ഭർത്താവിനെ കാണിച്ചു വെച്ച്, ഇതാരാ? കെട്ടിപ്പിടിക്കുന്നത് കാണാം. എൻ്റെ ഭർത്താവ്, നീ മുന്നേ മുമ്പേ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അതാ കാണിക്കാൻ പോകുന്നത്. ഞാൻ വ്യക്തിപരമായി ഇടപെട്ട ഒരു സംഭവം പറയാം. ഒരു യൗവനക്കാരനായ മനുഷ്യൻ ന്യൂഡൽഹിയിൽ വെച്ച് വിവാഹിതനായി. ആദ്യത്തെ ചില ദിവസങ്ങൾ എൻ്റെ വീട്ടിൽ ഒരു സബ്ലെറ്റ് ചെയ്ത് അദ്ദേഹം കൂടെ താമസിച്ചിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും എനിക്ക് എന്തോ ഒരു നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒരു വിദേശ രാജ്യത്ത് പോയി. ദുബായിലല്ല, UAE-ലല്ല, ഒരു വിദേശ രാജ്യത്ത് പോയി. അവിടെ വെച്ച് തമ്മിൽ കാണാനൊക്കത്തില്ല, കൊല്ലുമെന്നായി. ഞാൻ ഇച്ചിരി അങ്ങ് തുറന്നു പറഞ്ഞോട്ട്, ഞാൻ ആ മോളെ വിളിച്ച് ചോദിച്ചു, നിനക്കെന്താ? അദ്ദേഹത്തിൻ്റെ ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് മൊത്തം തെറ്റിദ്ധാരണകളാണ്, എനിക്ക് യാതൊരു വിരോധവുമില്ല, എങ്ങനെങ്കിലും ഒരുമിച്ച് പോകാനാണ് താല്പര്യം, ഒരു കുഞ്ഞുണ്ട്, അതിനെ എങ്ങനെങ്കിലും വളർത്തിയെടുക്കണം, എങ്ങനെങ്കിലും ഇവളൊന്ന് ഒരുമിച്ച് വരണം, അതുകൊണ്ട് ഒരൊറ്റ റൂഫിൻ്റെ കീഴിൽ 2 റൂമിലായിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്, ഇവളെന്നോട് മിണ്ടത്തോലുമില്ല പാസ്റ്ററെ, എങ്ങനെങ്കിലും ഒന്ന് മിണ്ടിച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചു. അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞ വാചകം, ക്ഷമിക്കണേ ആ വാചകങ്ങൾ, ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ മറ്റു പെൺകുട്ടികളുടെ മുടിയെ കുത്തുന്ന സ്ലൈഡ് എൻ്റെ ബെഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ തുണിയിട്ടിരിക്കുന്ന കൂട്ടത്തിൽ മറ്റൊരു സ്ത്രീയുടെ ഉപയോഗിച്ച അണ്ടർ ഗാർമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഇവൻ്റെ കൂടെ താമസിക്കണം? അങ്ങനെ ഒരുത്തൻ്റെ കൂടെ താമസിക്കാൻ പറയുന്നത് എനിക്ക് അതിൽ 2 പേരോടും എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. കാര്യം വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ചില ദിവസം എൻ്റെ വീട്ടിൽ താമസിച്ച് ഞങ്ങളുടെ കൂടെ ആഹാരം കഴിച്ചതാണ്, അത്രയുമേ ഉള്ളൂ.
ഞാൻ പറഞ്ഞു 2 പേർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ 2 പേർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ പെങ്കൊച്ച് ബോധം കെട്ട് താഴെ വീണു. ഞാൻ ചെന്ന് ആരാന്ന് പറഞ്ഞവൻ ചോദിച്ചു. ഒരു സന്യാസി വിട്ടതാ. ഞാനതിനെ പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ട് കഴിയും ഇവർ തമ്മിൽ എന്നാ സ്നേഹം വന്നതിന് ഇപ്പോൾ 2 പിള്ളേരോട് വീണ്ടും ഉണ്ട്. ഭയങ്കര സ്നേഹം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, എൻ്റെ കൈ കൊണ്ട് ശുശ്രൂഷിച്ചതാണ്. ഈ മോള് പറഞ്ഞൊരു വാചകം, എൻ്റെ അമ്മയുടെ അനുജത്തിയേക്കാൾ ഞാൻ 2 വയസ്സ് ഇളയതാണ്. ഞാൻ ജനിച്ച് 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു മോളൂടുണ്ടായി. എൻ്റെ വല്യപ്പന് ഒരു മോളൂടുണ്ടായി, അമ്മയ്ക്കൊരു അനിയത്തി ഉണ്ടായി. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടും അമ്മയുടെ അനിയത്തിയുടെ വിവാഹം നടന്നില്ല. അന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടെ അമ്മയുടെ വീട്ടിൽ വിരുന്നു ചോറുണ്ണാൻ പോയി. അന്ന് അമ്മയുടെ അനിയത്തി അടുത്ത ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ചെന്ന് ഒരു പഴം എന്തോ പണി ചെയ്ത് കൊന്ന് എനിക്ക് തന്നു. തിന്നത് ഓർമ്മയുണ്ട്. പക്ഷേ അതിനോടകം തന്നെ ഇതെൻ്റെ വിവാഹം കഴിഞ്ഞ് 2-3 മാസമായിട്ട്, അതിനു മുമ്പ് എൻ്റെ വീട്ടിലെ താമസിച്ചത്. അതിനോടകം തന്നെ ഞാൻ കൺസീവ് ആയിരുന്നു. ആ കുഞ്ഞ് ജനിച്ചു. തുടർന്ന് കാണുന്നതെല്ലാം എനിക്ക് സംശയവും. സത്യമായിട്ടും ആരുടെയും അണ്ടർ ഗാർമെൻറ്റ്സ് എൻ്റെ ബെഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. സത്യമായിട്ടും ആരുടെയും ഹെയർ പിൻ എൻ്റെ ബെഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, പിന്നെ നീ എന്നെ പറഞ്ഞു പാസ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെൻ്റെ അനുഭവം. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു. ഐ തിങ്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ്. വീഡിയോ ഓഡിയോ ഉണ്ട്. ആ സ്ത്രീയ, ഇതാ ഈ സ്ത്രീയ. ഓക്കെ, ഞാൻ ആരംഭം മുതൽ ഒന്നും എടുത്തേക്കാം. ആ സ്ത്രീയെ ശ്രദ്ധിച്ചു. കിട്ടത്തില്ലേ? ഒന്നുകൂടെ പോകണം. പറയും മൈക്ക് കൊടുത്താൽ മതി. കിട്ടുമോ? നോക്കട്ടെ. ഞാൻ ആദ്യമേ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഐ എം സോറി. In Jesus' name. And with each touch, the fire of the Holy Ghost consumes all demonic control in their beings. This woman instantly reacts at the touch of the wise man. Who are you? Leave me alone. I married her right when her mother gave birth to her. I married her with so much money. How can she leave me and go and marry? The man that called himself a husband brought her to this place for prayers. Hey, I killed the child now. That child. She was happy that she want to give birth to a child for her husband. A baby boy, I kill it. I gave her high blood pressure. As young as she is, she has high blood pressure. In fact, she's a destroyed woman. She was a very lucky woman, but I destroyed her luck. She would have been a very wealthy woman, but I destroyed her. What have you done to the husband? The man is sitting right there. The man is just sitting right there at that end. Every time, let's go to Lagos. Then we get this anointing water. She will be using it to disturb me. She will be praying. And today she was saying, I will not go back with this problem. I will not go back. You must go back with this problem. You cannot be delivered. It's not possible. You want to be set free. I want to be set free. I want to be set free. Nonsense. Rubbish. Are you the husband? Yes, sir. I spent so much money to marry her. Are you the one carrying back for your wife? Yes, sir. Who is this man to you? I don't know him, but he calls himself a husband. Bias a man. Who is she? She's my wife. You want to take away my wife from me? You have the guts to come and marry this woman. You brought her. If not that you brought her into this arena that they call it arena of liberty. I would have destroyed that marriage. Don't go close to that woman. Don't go close Listen to that woman. Listen to me. Hey. Who is this man? I don't know him. I don't know him. Who is I this don't woman? know this man. I don't know Who this is this man. woman? She's my wife. But she says she does not know you. She's talking now, but she's my wife. Are you not the one that married her? I'm the one that married her. He said he married you. Hey, that's what he said. Now he is the one that is saying that now. Did you hear it from me? The man is looking for my trouble now. How can he be claiming that is my husband when I have a husband? Hey?
Who are Oh, the man, oh, I want a river. I want a river. I am a king, dear. I am a king. I have been happy since. But when this man came and saw her, hey! you? What have you done to her? Her waist is on fire. She complained every day. I destroyed her waist. I put something inside her waist that is causing heat in her waist. Her stomach here. I put something to cover the baby so that the baby will not grow. Every month she see her period. You said this is your wife. This is my wife. You listen to what she's saying. If you go near that woman again, that woman will kill you. You people came from the same house, Yes, we are living together. We stay together. but what is happening now? I was surprised to hear this. So what can you say about her? I was surprised to hear all this from her. You don't know her to be like this. Yes, sir. For how long have you been in her? Since her childhood day, when they just gave birth to her, that is when I married her. Hey! Hey! Right now, it is time for you to go. No way. It is time for you to go. I should leave this beautiful lady. Jesus wants you to leave now. No. Hey. Hey. It's Right not possible now. now. Hey. Out of her. No way. In the mighty name of Jesus Christ. So you actually want to set her free. Let So her you want go. to destroy my marriage for me. It is time for you to go. Leave my wife for me, oh. I love her, oh. Jesus I love wants this you woman, out. oh. Hey. Jesus is greater than you. Don't do without her, oh. Jesus is greater than you. Hey. Your time has expired. Hey, Gbele, oh. In the mighty name of Jesus Christ. Right now. Pack your load. Pack your load. And leave to the pit of hell. Right now. Out. 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 I surrender. Thank you, Lord. You are free in Jesus' name. Come. Good afternoon, sir. Good evening, sir. Good evening, sir. Are you just seeing me now? Yes, sir. Yes, sir. Yes, sir. Yes, sir. Good evening, sir. Good evening. What sir. happened to you? Me? I don't know. I was sitting there with my husband. Don't know. Where is your You see husband? my husband. This is my husband. You said this is your husband. Yes, we came together. We came together. It's my husband. You say he's not your husband. No, he's my husband. No, this is my husband. We came together now. You say you want to kill him. No, how can I kill him? How can I love him now. I can't kill him. Oh. I love him very. ഓക്കെ ഇത് എടുക്കുന്നില്ല. അടുത്ത 10 മിനിറ്റ് പോവും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒരുപാട് പേർക്ക് ഭർത്താവിനോട് ഇഷ്ടമല്ല, ഒരുപാട് പേർക്ക് ഭാര്യമാരോട് ഇഷ്ടമല്ല, കണ്ട കൊല്ലും. ആ അലയും വിളിയും കേട്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ പലയിടത്തും ഇല്ലേ? എല്ലായിടത്തും അല്ല. ആ സംസാരത്തിൻ്റെ മര്യാദ ഇത് കണ്ടു തുടങ്ങുമ്പോൾ ഓർത്തോണം, ഏതാണ്ട് എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മര്യാദയ്ക്ക് ദൈവസന്നിധി വന്നില്ലെങ്കിൽ പെശകാകും. എല്ലാവരും കണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഇതുപോലുള്ള ഒരു 10 എണ്ണം കാണും. അടുത്തത് എടുക്കുന്നില്ല, 10 മിനിറ്റ് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞ സാധനം ഒരു പട്ടി കുരയ്ക്കുന്ന പോലെ ഒരു പെണ്ണ് കുരയ്ക്കും. യഥാർത്ഥത്തിൽ പട്ടി കുരയ്ക്കുന്ന പോലെ. അതിനെ അല്ലൻ സായിപ്പ് പറഞ്ഞയക്കുന്ന ചരിത്രമാണ് കാണുന്നത്. ഇത് മലയാളികളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പല വീടുകളിലും ചെന്നാൽ ഈ ദൃശ്യങ്ങൾ കാണാം. ഒന്ന് പാത്തിരുന്ന് നോക്കണമെന്നേ ഉള്ളൂ. ഈ ബഹളം കേൾക്കാം. കർത്താവേ, ക്യാൻ ഗോഡ് ട്രസ്റ്റ് us with a good family? എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. ദൈവത്തിന് എന്നെ ഒരു കുടുംബം ഏൽപ്പിച്ച് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കാം. കർത്താവേ, എന്നെ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. യാക്കോബിൻ്റെ കുടുംബം പോലെ അല്ല, അബ്രഹാമിൻ്റെ കുടുംബം പോലെ, അതിനേക്കാൾ നന്നായി ഇസഹാക്കിൻ്റെ കുടുംബം പോലെ ഒരു നല്ല കുടുംബം എനിക്ക് തരണേ. യോഗ്യമായി ജീവിക്കുവാൻ, ക്രിസ്തുവിന് മണവാട്ടിയായി ഞാൻ മാറുവാൻ, എൻ്റെ കുടുംബജീവിതം ക്രമീകരിപ്പാൻ കർത്താവ് ഇടയാക്കണേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഇവിടെ കൊണ്ട് നിർത്താം. വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ദയവായി ആരും എന്ന് വരരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യ ലെവൽ ഒരല്പം മോശമാകയാൽ ഞാനങ്ങ് മാറിയിരിക്കും. ദയവായി എന്നോട് ക്ഷമിക്കണം. നാളെ പൊതുവിൽ പ്രാർത്ഥിക്കാൻ ഞാൻ ഇച്ചിരി സമയമെടുക്കാം. ഇത്രയും സമയം ക്ലാസ്സിന് എടുക്കത്തില്ല എനിക്ക്. പക്ഷേ ഇന്നത്തെ ക്ലാസ് ഒരുപാട് ആംഗിളുകളിൽ വേറൊരാളും ഇതുപോലെ തരത്തില്ല. ഐ ആം ടു ഷുവർ. കാര്യം എനിക്കൊരു വിഷയം എടുക്കണമെന്ന് തോന്നിയാൽ ഞാൻ പ്രിപ്പയർ ചെയ്തേ കൊണ്ടിരുന്നുള്ളൂ. ഐ റിയലി പ്രിപ്പയർ. അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ഉണ്ട്. 1, 2 ലോകപ്രകാരമുള്ള പ്രിപ്പറേഷനുണ്ട്. അതിനത്യാവശ്യമുള്ള സാഹചര്യം ദൈവം തന്നേ കൊണ്ട് സ്തോത്രം. ഒരിക്കൽ ബാംഗ്ലൂർ ചർച്ചിൽ ഒരു മെസ്സേജ് എടുത്താൽ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അത് ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ ലോകത്തിൻ്റെ 5 വൻകരകളിൽ നിന്നും ഒരുപാട് പ്രിയപ്പെട്ടവർ അഡീഷണൽ ഇൻഫർമേഷൻസ് അയച്ചുകൊണ്ടിരിക്കും. അതാത് ഏരിയകളിൽ സ്പെഷ്യലൈസ് ചെയ്തവരുണ്ട്. ആ ഇൻഫർമേഷൻ ഒരുമിച്ച് ഞങ്ങൾ എൻക്വയറി ചെയ്ത് കളക്ട് ചെയ്യും. എ ടീം ഓഫ് സയൻറ്റിസ്റ്റ് ഒരുമിച്ചിരുന്നാണ് ഫൈനലി ഞങ്ങളൊരു മെസ്സേജ് ഫൈനലൈസ് ചെയ്യുന്നത്. അത് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചാണ് ഈ പിക്ചേഴ്സൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന് പകൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം തരുവാൻ ദൈവം നമ്മെ വിശ്വസ്തരെന്ന് എണ്ണട്ടെ. കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, അടിയൻ്റെ ഈ പ്രായത്തിൽ ഇവിടം വരെ വരുവാനും അങ്ങയുടെ ഈ ജനത്തെ അനുഗ്രഹിപ്പാനും കർത്താവ് എനിക്ക് തന്ന പദവിയിൽ നിന്ന് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അടിയൻ്റെ മേൽ വ്യാപരിച്ച അനുഗ്രഹം ഞാൻ ഇവരുടെ മേൽ കൈമാറുന്നു. ഇവരെ അനുഗ്രഹിക്കപ്പെടട്ടെ. മാന്യതയുള്ള യോഗ്യതയുള്ള കുടുംബങ്ങളായി ഇവർ വളരണമേ. ക്രിസ്തുവിൻ നാളിൽ നിന്ദമില്ലാത്തവരായി വെളിപ്പെടുവാൻ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. കൃപ ഇവരോടുകൂടെ വസിക്കണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ